എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും. സന്തോഷമായിട്ടിരിക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക. കഥയുടെ തുടക്കത്തിൽ തന്നെ. ഓരോ കാറ്റും നമ്മുടെ ചെവിയിൽ ഓതുന്നത് ഓരോ കഥകളാണ്. അവ ശ്രദ്ധിക്കാൻ നാം സമയം കണ്ടെത്താറില്ല. അവ ശ്രദ്ധിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കാറ്റ് വന്ന വഴിയെ മടങ്ങിപ്പോകും. നോർവേയിലെ അസ്കർ നഗരത്തിലെ ഇടുങ്ങിയ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് മാർട്ടിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തകൃതിയായി നോവൽ വായിക്കുകയാണ്. താരതമ്യേന തിരക്കൊഴിഞ്ഞ സായാഹ്നം. പാതയോരങ്ങളിൽ പബ്ബുകളിലേക്കൊഴുകുന്ന യുവത്വം. മറ്റു വ്യവസായികളെല്ലാം കച്ചവടം അവസാനിപ്പിക്കുന്ന തിരക്കിൽ അന്നത്തെ കൂലി കൊടുത്ത് ജോലിക്കാരെ ശകാരിച്ച് പറഞ്ഞയക്കാൻ പാടുപെടുന്നു. കച്ചവടം കുറഞ്ഞതിൻ്റെ കുറ്റം ജോലിക്കാരിൽ അടിച്ചേൽപ്പിച്ച് കൂലി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്ന വ്യവസായികളെയും അതിനെതിരെ കയർക്കുന്ന ജോലിക്കാരും അവരുടെ സ്ഥിരം ബഹളവും ഒഴിച്ചാൽ ശാന്തസുന്ദര സായാഹ്നം. 3 നില കെട്ടിടമായ പോലീസ് സ്റ്റേഷനിൽ ഏറ്റവും മുകളിലത്തെ നിലയിൽ ആളൊഴിഞ്ഞ മുറിയിലാണ് മാർട്ടിൻ സ്വപ്നലോകത്തിലൂടെ രസം പിടിച്ച വായനയിലായത്. തൻ്റെ ഔദ്യോഗിക സേവന സമയമാണെന്ന ചിന്ത പോലും മാർട്ടിനെ അലട്ടുന്നില്ല. എന്തെന്നാൽ അസ്കറിൽ കാര്യമായ കുറ്റകൃത്യങ്ങളൊന്നും തന്നെ നടക്കാറില്ല. വ്യവസായികളും ജോലിക്കാരും തമ്മിലുള്ള പതിവ് വാഗ്വാദങ്ങൾ ഒഴികെ കാര്യപ്പെട്ടൊന്നും തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യാറില്ല. തൻ്റെ ചെമ്പൻ നിറത്തിലുള്ള പറ്റ വെട്ടിയ തലയിൽ കൈവിരലുകൾ ഓടിച്ചുകൊണ്ട് കഥാസന്ദർഭങ്ങൾ മതിമറന്നിരിക്കുകയാണ് മാർട്ടിൻ. നീളത്തിൽ ചുളിവുകളോടുകൂടിയ നെറ്റിത്തടം, 40കളിൽ തുടിച്ചു നിൽക്കുന്ന വീർത്ത കവിളുകൾ, തവിട്ടും മഞ്ഞയും കലർന്ന കൃഷ്ണമണികൾ, 2 ദിവസമായി സേവ് ചെയ്യാത്ത കുറ്റിരോമങ്ങൾ മുഖത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഗൗരവമേറിയ മുഖഭാവം. കുറ്റാന്വേഷണ നോവലാണ് കയ്യിൽ. ജീവിതത്തിലോ ഒരു കുറ്റം അന്വേഷിക്കാനോ തെളിയിക്കാനോ നാളിതുവരെ സാധിച്ചിട്ടില്ല. ആയതിനാൽ വളരെ ശ്രദ്ധാപൂർവം പുസ്തകത്തിൽ രമിച്ചിരിക്കുകയാണ് മാർട്ടിൻ. പെട്ടെന്ന് ഓഫീസിൽ താഴത്തെ നിലയിൽ നിന്നും അനാഥപ്രേതം പോലെ കിടക്കുന്ന ഫോൺ ചലിച്ചു. മറ്റുദ്യോഗസ്ഥർ പതിവ് റോന്തു ചുറ്റലിന് ഇറങ്ങിയിരിക്കുകയാണ്. നിശബ്ദമായ അന്തരീക്ഷത്തിൽ മാർട്ടിനെ ആ ഫോൺ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. അയാൾക്കാണെങ്കിലോ തൻ്റെ വായനയുടെ രസവല്ലി പൊട്ടിച്ചു കളയാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഒരു അരമണിക്കൂറോളം നിരന്തരം ഫോൺ തന്നെ ശല്യം ചെയ്യുന്നുവെന്ന് ബോധ്യപ്പെട്ട മാർട്ടിൻ മനസ്സില്ലാ മനസ്സോടെ കസാരയിൽ നിന്നും എഴുന്നേറ്റു. തൻ്റെ കയ്യിലുള്ള പുസ്തകം അടുത്തുള്ള മേശമേൽ വെച്ച് അരപ്പട്ട ഒന്നുകൂടി മുറുക്കി മേശയിലുള്ള തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് അലക്ഷ്യമായി അഴിച്ചിട്ടിരിക്കുന്ന കമ്പിളിയുടെ കൂട്ടെടുത്ത് ശരീരത്തിലെ ആദ്യ 2 സ്വെറ്ററുകളുടെയും മുകളിലേക്ക് 3ാമത്തെ ആവരണമായി ധരിച്ച്. അപ്പോഴേക്കും ഫോൺ ഇടതടവില്ലാതെ ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. മനസ്സില്ലാ മനസ്സോടെയാണ് അയാൾ ചുവടുകൾ വയ്ക്കുന്നത്. ഇടുങ്ങിയ കോണിപ്പടിയിലൂടെ തൻ്റെ ദൃഢമായ ശരീരം വളരെ സൂക്ഷ്മതയോടെ മാർട്ടിൻ താഴെയുള്ള 2ാമത്തെ നിലയിലെത്തിച്ചു. ഫയലുകൾ അടുക്കിപ്പറക്കി വെച്ചിട്ടുള്ള മുറിയിൽ ഒരു മുക്കിലായിരുന്ന് തന്നെ ശല്യം ചെയ്ത ഫോൺ ഒരു നികൃഷ്ട വസ്തുവെന്നോണം മാർട്ടിൻ എടുത്തു. ഹലോ, ദിസ് ഈസ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മറുപുറത്തു നിന്നും ഗൗരവമേറിയ എന്തോ ചിലത് പറയാൻ തുടങ്ങി. കാര്യമായി എന്തോ ആണ് മറുപുറത്തു നിന്നും കേൾക്കുന്നതെന്ന് അയാളുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാം. ആകാംക്ഷയുടെ പ്രതിരൂപമായി അയാൾ മാറിക്കൊണ്ടേയിരുന്നു. മാർട്ടിൻ താൻ വായിച്ചിരുന്ന പുസ്തകത്തിന് നൽകിയതിലേറെ പ്രാധാന്യത്തോടെ വളരെ ശ്രദ്ധയോടെ എല്ലാം ശ്രവിച്ചു. ഓക്കെ, ഞാൻ ഉടൻ വരാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ആദ്യമായി എന്തോ ഒന്ന് ചെയ്യാൻ പുറപ്പെട്ട ഒരാളിൽ കാണുന്ന അധിക ആത്മവിശ്വാസവും അല്പം അങ്കലാപ്പും മാർട്ടിൻ്റെ മുഖത്ത് നിന്നും വായിച്ചെടുക്കാം. അയാൾ അവിടെ നിന്നും താഴെ 1ാം നിലയിലേക്ക് ഇറങ്ങി. താഴെ ഒരേ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളാണെങ്കിലോ ചെറിയ വലിയ മയക്കത്തിലാണ്. ഫോണെന്നല്ല, ഒരു ഭൂകമ്പം നടന്നാൽ പോലും അയാൾ അറിയില്ല. അത്രയും ചെറിയ മയക്കം. കറങ്ങുന്ന കസാരയിൽ നിന്നും കറങ്ങാത്ത കസാരയിലേക്ക് കാലും നീട്ടിവെച്ച് തൻ്റെ കോട്ടിൻ്റെ സിബ് അല്പം തുറന്നിട്ട് വായും പൊളിച്ച് മലർന്ന് കിടപ്പാണ് കക്ഷി. 30കളിൽ വിഹരിക്കുന്ന യുവത്വം, പക്ഷെ അലസതയുടെ മുഖാവരണം. മാർട്ടിൻ്റേതുപോലെ തന്നെ പറ്റ വെട്ടിയ കുറ്റിമുടി. തൊപ്പി അയാളുടെ ഉദരഭാഗത്ത് പറ്റിച്ചേർന്ന് കിടക്കുന്നു. അയാളുടെ കുഞ്ഞിനെ എന്നോണം ആ തൊപ്പിയും അയാളുടെ സംരക്ഷണ വലയത്തിലാണ്. മാർട്ടിൻ വേഗം അയാളെ തട്ടിയുണർത്തി. ഒലാവ്, എർമൻ എവിടെ? മയക്കത്തിൽ തന്നെ എന്തോ ദേഹോപദ്രവം ചെയ്ത പോലെ ഒലാവ് ഞെട്ടിയുണർന്നു. എന്താ? വീണ്ടും ചോദിച്ചു. മാർട്ടിൻ തൻ്റെ ചോദ്യം ആവർത്തിച്ചു. എർമൻ എവിടെ? ഒലാവ് മറുപടി പറഞ്ഞു. പതിവ് സവാരിക്ക് പോയിരിക്കുന്നു, ഇപ്പോൾ വരും. എന്ത് പറ്റി? അതിനുത്തരം കൊടുക്കാതെ മാർട്ടിൻ വേഗം വണ്ടിയെടുത്ത് താക്കോലെടുത്ത് പുറത്തേക്ക് നടന്നു. ഒപ്പം അലക്ഷ്യമായി പറഞ്ഞു, എർമൻ വന്നാൽ ഉടൻ തന്നെ നഗരത്തിന് പുറത്ത് പടിഞ്ഞാറ് വശത്തേക്കുള്ള റോഡിലേക്ക് വരാൻ പറയൂ. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. ഉറക്കത്തിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പ് മറ്റൊരു ഞെട്ടൽ എന്ന പോലെ ഒലാവ് ചോദിച്ചു. കൊലപാതകം? വണ്ടി ഇരപ്പിച്ചുകൊണ്ട് മാർട്ടിൻ തുടർന്നു. അതെ, ബോഡിയില്ല, വെറും തല മാത്രം, അതും ആഴ്ചകൾ പഴക്കമുള്ളത്. ഒലാവാകെ അമ്പരപ്പിൽ നോക്കി നിന്നു. മാർട്ടിൻ അപ്പോഴേക്കും സ്ഥലം വിട്ടിരുന്നു. മറ്റൊരു പ്രഭാതം. നോർവേയിലെ പടിഞ്ഞാറൻ തീരമായ ബെർഗൻ നഗരം. അസ്കറിൽ നിന്നും 500 കിലോമീറ്ററുകൾക്കപ്പുറം 7 മലനിരകളാൽ ചുറ്റപ്പെട്ട സുന്ദരമായ പട്ടണം.
പൂർണ്ണമായും മരനിർമ്മിതമായ കുടിലുകളുടെ ചാതുര്യം കാരണം ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഭൂമിയിലെ സ്വർഗങ്ങളിലൊന്ന്. മലക്കയറ്റം വിനോദസഞ്ചാരമാക്കിയ മനുഷ്യരുടെ ഇഷ്ടകേന്ദ്രം. പെട്രോളിയം വ്യവസായവും മത്സ്യ വ്യവസായവും കൊണ്ട് ഉപജീവനം കഴിച്ചു പോകുന്ന സാധാരണ നഗരം, സാധാരണക്കാരുടെ നഗരം. കഷ്ടതകൾ അനുഭവിക്കുന്ന ജനതയും വ്യവസായം കൊണ്ട് സമ്പന്നമായ കോർപ്പറേറ്റുകളുടെ ഭരണവും നടമാടുന്ന പതിവ് കാഴ്ച. വരുമാനമാർഗം കുറവായതിനാൽ തന്നെ എന്തിനും ഏതിനും പിടിച്ചുപറിയും കോലാഹലവും നിത്യകാഴ്ചകളാണ് ഇവിടെയുള്ളവർക്ക്. ഇതിനിടയിലും പതിവ് പോലെ ജീവിതം തള്ളി നീക്കുന്ന ജനത. കടലുറങ്ങുന്നതോടുകൂടി കടലോര പണവും മെല്ലെ ഉറങ്ങും. പോരെങ്കിൽ ശൈത്യത്തിന്റെ കേളി വേറെയും. അപ്പോൾ പിന്നെ ശൈത്യകാല കാഴ്ച പറയേണ്ടതില്ലല്ലോ. അതിനാൽ തന്നെ രാത്രി കാവലിന് പോലീസുകാർക്ക് വലിയ മടിയാണ്. രാത്രി അനധികൃതമായി കടൽ കടക്കാൻ ശ്രമിക്കുന്ന സമുദ്രയാത്രക്കാരെ കഴിയുന്നതും പോലീസ് ഉപദ്രവിക്കാറില്ല. സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്നല്ലാതെ പഴയ കടൽ കൊള്ളക്കാരുമായി ഇവർക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. പതിവ് കടലോര റോന്തു ചുറ്റലിന് പുറമെ മലയോര പ്രദേശങ്ങളിലേക്ക് ഇന്നത്തെ സവാരി ചെയ്യാമെന്ന് തീരുമാനിച്ച് വടക്കൻ മലനിരകൾ ലക്ഷ്യം വെച്ച് പോവുകയാണ് ഗുസ്റ്റാവോ എന്ന ഉദ്യോഗസ്ഥനും ഇംഗ്രിഡ് എന്ന സഹപ്രവർത്തകയും. കൃത്യനിർവഹണം എന്നതിലുപരി ഇരുവരുടെയും പ്രണയരാവുകൾ അവർ ചിലവഴിക്കുന്നതും ഈ യാത്രയിലൂടെയാണ്. ഇംഗ്രിഡ് എന്ന ഹൈൻ 30കളിൽ ഉല്ലസിക്കുന്ന യുവതി, ഒരു കുഞ്ഞിന്റെ അമ്മ. ഗുസ്റ്റാവോ ആവട്ടെ 30കളുടെ തുടക്കത്തിലെ ഭാര്യയിൽ നിന്നും വേർപിരിഞ്ഞ ജീവിതം. ഇരുവരും ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ. അവർ തങ്ങളുടെ ഔദ്യോഗിക വാഹനത്തിൽ മലയടിവാരം ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുകയാണ്. ഐൻ ഇന്ന് പതിവിലേറെ അസ്വസ്ഥയാണ്. ഗുസ്റ്റാവോ അഥവാ ഗുസ്റ്റോ എത്ര ചോദിച്ചിട്ടും ഐനൊന്നും തുറന്നു പറയുന്നില്ല. സവാരിയുടെ ഒടുവിൽ എല്ലാം പതിവ് പോലെ ശുഭകരമാവുമെന്ന പ്രതീക്ഷയിലാണ് ഗുസ്റ്റോ. എങ്കിലും ഒന്നുകൂടി ചോദിക്കാമെന്ന് കരുതി ഗുസ്റ്റോ ചോദിച്ചു, ഐൻ ഇന്നെന്ത് പറ്റി? ഐൻ പറഞ്ഞു, ഈ നഗരം വിട്ട് നോർവേയിലേക്ക് കുടിയേറി പാർക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്ത് പറയണമെന്നറിയാതെ ഐൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ട് കണ്ണും തുറച്ച് ഗുസ്റ്റോ ഇരുന്നു. ഐൻ വണ്ടി ഓടിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നതിനാൽ ഗുസ്റ്റോയുടെ ആ മുഖഭാവം കണ്ടില്ല. ഐൻ തുടർന്നു. ഐൻ പറഞ്ഞു, ഇവിടെ നിന്നതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാവുന്നില്ല. അതിലുപരി മകന്റെ ഭാവി, പഠനം, എല്ലാത്തിനും പറ്റിയത് നോർവേ തന്നെയാണ്. ഗുസ്റ്റോ തന്റെ മൗനം തുടർന്നു. എങ്കിലും ഇതിൽ എന്തഭിപ്രായം പറയാൻ? ഐനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു എന്ന് ചിന്തിച്ച ശേഷം ഗുസ്റ്റോ പറഞ്ഞു, ബെസ്റ്റ് ഓഫ് ലക്ക്. ആ തണുത്ത പ്രതികരണമല്ല ഐൻ പ്രതീക്ഷിച്ചത്. എന്നാലും ഐൻ സംഭാഷണം തുടർന്നു. ഗുസ്റ്റോയ്ക്ക് എൻ്റെ കൂടെ വന്നുകൂടെ? ഗുസ്റ്റോ ഒരു മരവിപ്പിന്റെ അവസ്ഥയിലായിരുന്നതിനാൽ ഒരുപാട് ആഴങ്ങളിലുള്ള ചിന്തയിലായിരുന്നു. ആ മൗനം ഐനിനെ ദേഷ്യം പിടിപ്പിച്ചു. കല്ലും കട്ടയും നിറഞ്ഞ ആ റോഡിലൂടെ ഐൻ അമിത വേഗത്തിൽ വാഹനം ചലിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴും അയാൾ മൗനം തുടർന്നു. വഴിയരികിലുള്ള ഓരോ കാട്ടുചെടികളും അവരുടെ വാഹനത്തെ തല്ലി തലോടിക്കൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് വണ്ടിയുടെ നിയന്ത്രണം തെറ്റിയത്. അടുത്തുള്ള പാഴ്മരത്തിലിടിച്ചു. അന്നേരം മരിച്ചും വന്ന ഗുസ്റ്റോ പറഞ്ഞു, ഞാൻ വരില്ലെന്ന് പറഞ്ഞു. പിന്നെന്തിനാണ് ഇത്ര വെപ്രാളം? പക്ഷെ അപ്പോഴേക്കും അവർ നഗരത്തിന്റെ ഒരുപാട് ദൂരെ മലയടിവാരത്തിലെത്തിയിരുന്നു. ഇനി ഓഫീസിലേക്ക് വിളിച്ചു പറഞ്ഞ് മറ്റൊരു വാഹനം വരാതെ അവർക്ക് തിരികെ പോകാൻ സാധ്യമല്ല. അല്പം ദൂരെ മാറി നീണ്ടു കിടക്കുന്ന പാറക്കല്ല് ചൂണ്ടി ഗുസ്റ്റോ പറഞ്ഞു, നമുക്കിവിടെ വിശ്രമിക്കാം. ഓഫീസിലേക്ക് ഞാൻ വിളിക്കാം, ആരെങ്കിലും വരട്ടെ, അതുവരെ കാത്തിരിക്കാം. അവരങ്ങോട്ടും മെല്ലെ നടന്നു കയറാൻ തുടങ്ങി. പതിവ് ഹൈക്കിംഗ് ഏരിയ അല്ലാത്തതിനാൽ അല്പം പൊന്തക്കാടും മുൾച്ചെടികളും അവരെ നടക്കാൻ അനുവദിച്ചില്ല. എല്ലാ പ്രതിബന്ധങ്ങളും തട്ടിമാറ്റി നടന്നു കയറിയതും ഐൻ വല്ലാത്ത ഒരു നിലവിളി. പാറക്കെട്ടിന് തൊട്ടു പുറകുവശത്തായി ഒരു ജഡമില്ലാത്ത തല, അതും ചുരുങ്ങിയത് 2 ആഴ്ച പഴകിയത്. ദുർഗന്ധത്തേക്കാളേറെ ഭയാനക കാഴ്ച. ശരീരമില്ല, തല മാത്രം. കണ്ണൊക്കെ കഴുകനോ മറ്റോ പറവകളോ കുത്തിയെടുത്തിരിക്കുന്നു. തവിട്ട് നിറമുള്ള തലമുടി തലയോട്ടിയിൽ നിന്നും വേർപെടാൻ തുടങ്ങിയിരിക്കുന്നു. സ്ത്രീയുടേത് തന്നെയാണ് ശിരസ്. ഗുസ്റ്റോ ഉടൻ തന്നെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പോഴേക്കും മറപ്പും ഭയവും കാരണം ഐൻ ഛർദ്ദിക്കാൻ തുടങ്ങി. ഗുസ്റ്റോ ഫോണിലൂടെ പറഞ്ഞു, ക്രിസ്റ്റഫർ അല്ലേ, ഞങ്ങൾ വടക്കൻ മലനിരകളിൽ നിന്നാണ്. ഇവിടെ ഉടലില്ലാത്തൊരു ശരീരം മാത്രം കാണുന്നു. ഉടൻ ഒരു വാഹനവും എടുത്ത് ഇങ്ങോട്ട് വരിക. ഞങ്ങളുടെ വണ്ടി കേടായിരിക്കുകയാണ്, എത്രയും വേഗം. ഗുസ്റ്റോ സംഭാഷണം തുടരാൻ ശ്രമിച്ചപ്പോഴേക്കും ഐൻ ഗുസ്റ്റോയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഗുസ്റ്റോ അങ്ങോട്ട് നോക്ക്. ഐബർഡീൻ എന്ന സ്കോട്ടിഷിൽ അറിയപ്പെടുന്ന ഐബർഡീൻ എന്ന ഇംഗ്ലീഷ് ബ്രിട്ടീഷ് നാമമുള്ള നഗരത്തിൽ നിന്നും സ്കെല്ലോവെ എന്ന ചരിത്ര പ്രധാന നഗരത്തിലേക്കുള്ള ഉല്ലാസയാത്രയിലാണ് അമരാന്റെയും തൻ്റെ പ്രിയതമൻ ഗ്രേസണും. സ്കെല്ലോവയിലെ പ്രധാന സ്മാരകങ്ങളിൽ ഒന്നായ ഷെറ്റ്ലാൻഡ് ബസ്, ചരിത്ര മ്യൂസിയം, കൊട്ടാരം തുടങ്ങിയവ സന്ദർശിച്ച ശേഷം ആ രാത്രി അവിടെ ആഘോഷിച്ച് തിരിച്ച് തങ്ങളുടെ നാടായ ഐബർഡീനിലേക്ക് പോകണം. അത്രയേ ഉള്ളൂ രണ്ടാൾക്കും. 2ാം ലോക മഹായുദ്ധകാലത്ത് നോർവേക്കാർക്ക് നാസിപ്പടയിൽ നിന്നും രക്ഷപ്പെടാൻ ബ്രിട്ടീഷ് പട്ടാളം സഹായിച്ച മത്സ്യബന്ധന ബോട്ടാണ് ഷെറ്റ്ലാൻഡ് ബസ് എന്ന ചരിത്ര സ്മാരകം. അമരാന്റ ഒരു ചരിത്ര അന്വേഷകയാണ്. എന്നാൽ ഗ്രേസൺ അങ്ങനെയൊന്നുമില്ല. തനിക്ക് ചേരുന്ന ഏതെങ്കിലും ഒരു യുവതിയോടൊപ്പം അല്പകാലം ചുറ്റിത്തിരിയും, പിന്നെ മറ്റൊരാൾ. അതിനപ്പുറം ഏത് സ്ഥലവും ഒരേപോലെയാണ്. വെളുപ്പിന് തന്നെ യാത്ര പുറപ്പെട്ടവർ ബോട്ട് മാർഗമാണ് സ്കെല്ലോവയിലെത്തിയത്.
എത്തുമ്പോഴേക്കും തന്നെ ഉച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാത്രി എന്ന ചിന്ത 2-3 രാത്രികളിലേക്ക് നീട്ടാമെന്ന ധാരണയിലെത്തി. അങ്ങനെ അവർ തങ്ങുന്ന ഹോട്ടൽ മുറിയിലെത്തി. വിശ്രമിച്ച ശേഷം വൈകുന്നേരം തുറമുഖവും മറ്റും ചെറിയ പ്രദേശങ്ങളും കാണാനായി യാത്ര തിരിച്ചു. സ്കെല്ലോവയിലെ ബുർറ എന്ന കൊച്ചു ഗ്രാമം കാണാനാണ് സായാഹ്നം അവർ നീക്കിവെച്ചത്. ബുർറയിലേക്കുള്ള വഴിയിൽ ഹാർബർ വിട്ടതോടുകൂടി ഇളം പച്ച പുല്ലുകളുടെ പരവതാനി മാത്രമേ കാഴ്ചയിലുള്ളൂ. അവിടെ എവിടെയായി ആട് മേച്ചുകൊണ്ട് ചില കുട്ടികൾ നിൽക്കുന്നത് കാണാം. അതുപോലും നഗരത്തിന് പുറത്തേക്ക് വരുന്തോറും എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അല്പം കൂടി കഴിഞ്ഞതും അവരുടെ വാഹനവും നിശബ്ദമായി. വീശിയടിക്കുന്ന ഇളങ്കാറ്റും പേക്കുവെയിലിൽ കുളിച്ചു നിൽക്കുന്ന തവിട്ട് നിറമുള്ള പുൽക്കൊടികളും മാത്രം. തണുപ്പ് വർദ്ധിക്കുവാൻ തുടങ്ങി. സൂര്യൻ മെല്ലെ മയങ്ങാനുള്ള തയ്യാറെടുപ്പിലുമായി. പ്രകൃതി രമണീയത മുഴുവനും ക്യാമറയിൽ ഒപ്പിയെടുത്തുകൊണ്ട് ചിലർ തമാശകളും പറഞ്ഞ് അവർ അവരുടെ വാഹനത്തിൽ മുന്നോട്ട് നീങ്ങി. പടിഞ്ഞാറൻ ബുർറയിൽ പുരാതന ക്രൈസ്തവ ദേവാലയവും അതിനോട് ചേർന്ന് പാപ്പിൽ ശിലാഫലകവും സൂക്ഷിച്ചിട്ടുണ്ട്. അത് സന്ദർശിക്കാനാണ് അമരാന്റയ്ക്ക് മോഹം. സെൽറ്റിക് ക്രൈസ്തവരും റോമൻ ക്രൈസ്തവരും തമ്മിൽ ഈ ഫലഭൂഷ്ടമായ മണ്ണിനു വേണ്ടി ഒരുപാട് യുദ്ധങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തിയിട്ടുണ്ട്. സെൽറ്റിക് വിശ്വാസിയായ അമരാന്റയ്ക്ക് പാപ്പിൽ ശിലാഫലകം മൂല്യമേറിയതാണ്. എന്നാൽ ഇതൊന്നും എന്തെന്ന് പോലും അറിയാത്ത ഈ ഗ്രേസൻ അമരാന്റ പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാവാതെ അന്തം വിട്ടിരുന്നു. എന്തായാലും നേരം ഇരുട്ടാൻ തുടങ്ങി. അസ്തമയ സൂര്യന്റെ ചിത്രമെടുത്തുകൊണ്ട് പടിഞ്ഞാറൻ ബുർറയിലേക്കുള്ള വഴിയോരത്ത് നിൽക്കുമ്പോൾ അവരുടെ വാഹനത്തിനടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ മോട്ടോർ ബൈക്ക് നിർത്തി. അവരോടായി ഇപ്രകാരം പറഞ്ഞു: ഫോട്ടോ എടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നേരം ഇരുട്ടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തണം. ഇവിടെ അറിയപ്പെടുന്നത് സ്മഗ്ഗേഴ്സ് കേവ് എന്നാണ്. ഇവിടെ ഒരുപാട് കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും ഉള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്റെ ഫോൺ നമ്പറും ഹെൽപ്പ് ലൈൻ നമ്പറും കൊടുത്ത ശേഷം അയാൾ സ്ഥലം വിട്ടു. അവർ പിന്നെയും യാത്ര തുടർന്നു. നല്ല തണുത്ത കാറ്റും അന്തിമയങ്ങുന്ന സൗന്ദര്യവും കണ്ട ഗ്രേസൻ അമരാന്റയോട് അടുത്ത് കാണുന്ന നദിയോരത്ത് അല്പം വിശ്രമിച്ചിട്ട് ഒരു ബിയർ കഴിക്കാമെന്ന് ചോദിച്ചു. അവൾക്കും അത് സമ്മതമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ തങ്ങളുടെ വാഹനം നിർത്തിയിടാവുന്ന സൗകര്യത്തിൽ ഒരു തീരം അവർ കണ്ടു. റോഡിൽ നിന്നും അല്പം താഴോട്ട് മാറി നദിയോരത്ത് അവർ തങ്ങളുടെ വാഹനം നിർത്തി പുറത്തിറങ്ങി. വിശ്രമിച്ചുകൊണ്ട് ബിയർ നുകരാൻ തുടങ്ങി. ലഹരി ഏകദേശം അവരെ ഉന്മാദാവസ്ഥയിലേക്ക് നയിക്കാൻ തുടങ്ങി. നദിയും കരയും സംഗമിക്കുന്ന ഓളത്തിൽ അവർ ചിരിയും കളിയുമായി നേരം ചെലവഴിച്ചു. അപ്പോഴാണ് ഗ്രേസൻ നദിക്കരയിൽ ജലത്തിലൂടെ തന്റെ പാദത്തിൽ പെട്ടെന്ന് വന്നണഞ്ഞ എന്തോ ഒന്ന് തട്ടി പേടിച്ചത്. എന്താണെന്നോ ഏതാണെന്നോ നോക്കാതെ അയാൾ ഉറക്കെ വിളിച്ചുകൂവി: അനാക്കോണ്ട, അനാക്കോണ്ട, ഓടിക്കോ! ഇത്രയും പറഞ്ഞ് അയാൾ വണ്ടിയുടെ അടുത്തേക്ക് പോകാൻ തയ്യാറെടുത്തു. അമരാന്റയ്ക്ക് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാവകാശം പോലും അയാൾ നൽകിയില്ല. വേഗം വന്ന് വണ്ടിയിൽ കയറാൻ ആംഗ്യം കാട്ടിക്കൊണ്ടേയിരുന്നു. അവളാണെങ്കിൽ വരുന്ന ലക്ഷണമില്ല. പിന്നെ മറിച്ചൊന്നും നോക്കിയില്ല. അയാൾ വണ്ടിയും എടുത്ത് പറന്നുപോയി. ധൈര്യമുണ്ടായിട്ടൊന്നും, അല്ലെങ്കിലും അനാക്കോണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ താനിവിടെ ബാക്കിയുണ്ടാവില്ലായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. കയ്യിലുണ്ടായിരുന്ന മൊബൈൽ വെളിച്ചത്തിൽ അവൾ അത് കണ്ടു. ഒറ്റ നോക്ക് കണ്ടപ്പോഴേക്കും ഭയം കാരണം അവൾ നിന്നിരുന്നിടത്ത് തന്നെ വീണു. പുറകോട്ട് നിരങ്ങി നീങ്ങി. ഒന്നുറക്കെ കരയാൻ പോലും പേടി തോന്നി. ഒരു തല ജീർണിച്ച പ്രായമായ മനുഷ്യ ശിരസ്. എന്ത് ചെയ്യണമെന്നറിയാതെ തൊണ്ട വരണ്ട് ശരീരം മുഴുവനും വിറച്ചുകൊണ്ടവൾ അനങ്ങാതെ ശ്വാസം പോലും എടുക്കാൻ ഭയപ്പെട്ട് അങ്ങനെ തന്നെ നിന്നു. അല്പനേരം കഴിഞ്ഞതും വേഗം അവൾ നേരത്തെ കണ്ട പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് ഓർത്തു. പെട്ടെന്ന് തന്നെ തന്റെ ഫോൺ എടുത്ത് അയാളുടെ നമ്പറിലേക്കും ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കും വിളിച്ചു. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞു കാണും. പോലീസ് ഉദ്യോഗസ്ഥരെത്തി. അവളെയും കൊണ്ട് സുരക്ഷിത താവളത്തിലേക്ക് പോയി. അവൾ പോലും അറിയാതെ അവൾ മയങ്ങിപ്പോയി. അവിടമാകെ പോലീസ് വലയം തീർത്തു. അടുത്ത പ്രഭാതം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, അബെർഡീൻ. അമരാന്റ ഉണർന്നു നോക്കുമ്പോൾ താൻ പഴയ അബെർഡീനിലാണ്. ഭയം കാരണമോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ താൻ ഇത്രയേറെ ഉറങ്ങിയതെന്നും എങ്ങനെ താൻ ബുറയിൽ നിന്നും അബെർഡീനിൽ എത്തിയെന്നും അവൾക്കറിയില്ലായിരുന്നു. എന്തായാലും താനിരിക്കുന്നത് പോലീസ് കേന്ദ്രത്തിലാണെന്ന് മാത്രം അറിയാം. അമരാന്റയ്ക്ക് ബോധം തെളിഞ്ഞുവെന്ന് കണ്ട ഒരു പോലീസുകാരൻ ഗോണിയിലൂടെ താഴേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അവരെഴുന്നേറ്റു. പെട്ടെന്ന് ഒരു വലിയ ഗാംഭീര്യത്തോടു കൂടിയ കനത്ത ബൂട്ടിട്ട കാലടി ശബ്ദം കോണിപ്പടികൾ കയറുന്നത് അവൾ കേട്ടു. തന്റെ മുറിയിലേക്ക് വന്നു കയറിയ യുവാവിനെ അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. മെലിഞ്ഞ കൂർത്ത താടിയെല്ലുകൾ, നേർത്ത ചുണ്ടുകൾ, അല്പം നീണ്ട മൂക്ക്. കണ്ണിന് മുകളിലേക്കുള്ള കാഴ്ച മറച്ചുകൊണ്ട് അയാളുടെ ഔദ്യോഗിക തൊപ്പി തലയിൽ ഇറുക്കിയിരിക്കുന്നു. അവൾ അയാളെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് അയാൾ ശിരസിൽ നിന്നും തൊപ്പിയൂരി കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു: ഹായ്, ഐ ആം റൊണാൾഡ്. ഇത്രയും പറഞ്ഞ് ഹസ്തദാനത്തിന് അമരാന്റയ്ക്ക് നേരെ കൈകൾ നീട്ടി. ഒട്ടും മടി കൂടാതെ അവൾ ഹസ്തദാനം ചെയ്തു. തലേ ദിവസം നടന്ന കാര്യങ്ങൾ അവളിൽ നിന്നും അയാൾ ചോദിച്ചു മനസ്സിലാക്കി. ശേഷം നമ്പർ എഴുതിയെടുത്ത് പോയിക്കോളാൻ പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിലെ സംഭവത്തിന്റെ ഞെട്ടൽ മാറിയ അമരാന്റ തന്റെ മുന്നിലുള്ള ഉദ്യോഗസ്ഥനോട് ചോദിച്ചു: നിങ്ങൾ ഇത്രയും കേട്ടിട്ടും ഒരു ആശ്ചര്യം മുഖത്ത് കാണുന്നില്ലല്ലോ? മറുപടിയായി ഒരു പുഞ്ചിരി മാത്രം സമ്മാനിച്ച് വാതിൽക്കലേക്ക് നടന്നെടുത്ത് അയാൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞു: അസ്കർ ബെർഗൻ, ഖോദെയിൻബർഗ്, സ്റ്റെവഞ്ചർ, ഇപ്പോൾ സ്കെല്ലോവേ. യൂറോപ്പിലെ പരസ്പര ബന്ധം പോലുമില്ലാത്ത പല പല സ്ഥലങ്ങൾ. കഴിഞ്ഞ 5 ആഴ്ചകളായി സമാനമായ കൊലപാതക പരമ്പര അരങ്ങേറുന്നു.
എല്ലാറ്റിലും മൃതദേഹം കണ്ടുകിട്ടിയിട്ടില്ല. മരിച്ചവർ ആരെന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി അടുത്തത് ആരാണെന്നോ എന്നാവുമെന്നോ അറിയില്ല. യൂറോപ്യൻ യൂണിയൻ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത്രയും അറിയുന്ന ഞാൻ എന്തിനു ആശ്ചര്യപ്പെടണം? ഇത്രയും പറഞ്ഞ് കയ്യിലിരുന്ന പോലീസ് തൊപ്പിയെടുത്ത് തലയിൽ ഉറപ്പിച്ച് വീണ്ടും ഉറച്ച കാൽവയ്പോടെ അയാൾ നടന്നു നീങ്ങി. കോണിപ്പടികൾ ഇറങ്ങുന്ന ശബ്ദം മെല്ലെ മെല്ലെ അകലത്തേക്ക് പോയി. അമരാന്റെ കണ്ണും മിഴിച്ച് ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. അസ്കറിൽ നിന്നും മാർട്ടിൻ, ഹെർമൻ, ബെർഗനിൽ നിന്നും ഇൻഗ്രിഡ്, ഐൻ, ഗുസ്റ്റാവോ അതായത് ഗുസ്റ്റോ, സ്കെല്ലോവയിൽ നിന്നും അമരാൻഡ, ഗോതയിൻബെർഗിലെയും സ്റ്റെവഞ്ചറിലെയും ഒരു കൂട്ടം തൊഴിലാളികൾ. ഈ വിഭാഗത്തിൽ എല്ലാവരും തന്നെ കണ്ടത് ഒരേ കാഴ്ചയാണ്: ശരീരമില്ലാത്ത മനുഷ്യ ശിരസുകൾ. യൂറോപ്യൻ യൂണിയൻ അന്വേഷണ വിഭാഗത്തിന്റെ ചുമതലയും ഉത്തരവാദിത്തവും റൊണാൾഡ് എന്ന അഡ്മിറലിനാണ്. തെളിവുകൾ എന്ന് പറയാൻ മാത്രം കാര്യമായി ഒന്നും തന്നെ ശിരസുകൾ കണ്ടെടുത്ത സ്ഥലങ്ങളിൽ നിന്നും ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും ഐൻ എന്ന ഉദ്യോഗസ്ഥ കണ്ടെടുത്ത ഒരു കീറിയ കടലാസ തുണ്ടിൽ നിന്നും ഗ്ലസ്ഗോയിലെ ഒരു മേൽവിലാസം കിട്ടിയിട്ടുണ്ട്. വാണിജ്യ വ്യവസായ സ്ഥിര കേന്ദ്രമായ ഗ്ലോസ്ഗോയിൽ നിന്നും ഈ മേൽവിലാസം കണ്ടെത്താൻ അത്ര ബുദ്ധിമുട്ടില്ല എന്നായിരുന്നു റൊണാൾഡ് കരുതിയത്. റൊണാൾഡിനൊപ്പം അന്വേഷണ സംഘത്തിൽ മാർട്ടിനുമുണ്ട്. മാർട്ടിൻ തന്റെ പ്രത്യേക അപേക്ഷ സീനിയർ ഉദ്യോഗസ്ഥൻ വഴി രഹസ്യ അന്വേഷണ ഏജൻസിയിൽ അറിയിക്കുകയായിരുന്നു. അങ്ങനെ അന്വേഷണ വിഭാഗത്തിലേക്ക് മാർട്ടിനും അനുമതി ലഭിച്ചു. മാത്രവുമല്ല, ഈ കൊലപാതക പരമ്പരയുടെ തുടക്കം അസ്കറിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസിലൂടെയായിരുന്നു. എന്തായാലും മാർട്ടിനും റൊണാൾഡും കൂടി ഗ്ലാസ്ഗോയിലേക്ക് തിരിച്ചു. തങ്ങളുടെ കയ്യിൽ ആകെ കൂടി കിട്ടിയ തെളിവാണ് ആ മേൽവിലാസം. അവിടെ ചെന്നിറങ്ങിയതും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ മേൽവിലാസം തപ്പിയെടുത്തു. അപ്പോഴാണ് ആ മേൽവിലാസക്കാർ ഏകദേശം 2.5 മാസത്തോളമായി അവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോയിട്ടെന്ന ഖേദകരമായ വാർത്ത കേട്ടത്. ഇനി എന്തായാലും അന്വേഷണം വഴിമുട്ടിയെന്ന് ഉറപ്പിച്ചപ്പോഴാണ് പോലീസ് താവളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ആ മേൽവിലാസം ഒന്ന് സൂക്ഷ്മമായി വാങ്ങി പരിശോധിച്ചത്. അയാൾ ഉടൻ തന്നെ റൊണാൾഡിനോട് പറഞ്ഞു, സാർ, എനിക്ക് ഈ മേൽവിലാസത്തിലുണ്ടായിരുന്ന വ്യക്തിയെ അറിയാം, പക്ഷെ അധികം ഡീറ്റെയിൽസ് അറിയില്ല. നിമിഷ നേരം കൊണ്ട് റൊണാൾഡിന് സന്തോഷവും ദുഃഖവും മാറി മാറി വന്നു. റൊണാൾഡ് പറഞ്ഞു, ഓക്കെ, അറിയുന്നതെല്ലാം പറയൂ, ഇതാണ് നമ്മുടെ ഏക പിടിവള്ളി. ഉദ്യോഗസ്ഥൻ വിവരിക്കാൻ തുടങ്ങി. അയാളുടെ മകനും മേൽവിലാസകാരന്റെ മകനും ഒരുമിച്ചാണ് പഠിച്ചിരുന്നത്. പെട്ടെന്ന് അകാരണമായി അയാൾ കുടുംബസമേതം ഇവിടെ നിന്നും കോബിൾ ലാൻഡിലേക്ക് താമസം മാറി. അവിടെ അവർ എവിടെയാണെന്നോ എന്തിനാണ് ഇന്നാട്ടിൽ നിന്നും പോയതെന്നോ ഉദ്യോഗസ്ഥന് അറിവില്ലായിരുന്നു. റൊണാൾഡിന് വീണ്ടും ഖേദം തോന്നി. അന്വേഷണം ഒരു ഗതി കിട്ടാ പ്രേതത്തെ പോലെ ദിശയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഗ്ലാസ്ഗോയിൽ നിന്നും 20-ലേറെ മൈൽ താണ്ടി വേണം മേൽപ്പറഞ്ഞ കോബിൾ ലാൻഡിലെത്താൻ. സാധാരണയായി അധികം ആരും തന്നെ വാസസ്ഥലമായി തിരഞ്ഞെടുക്കാത്ത പ്രദേശമല്ലാതെ ടൂറിസ്റ്റുകൾ വല്ലപ്പോഴും ടെന്റ് കെട്ടി മീൻ പിടിച്ച് ഇടവേളകൾ തള്ളി നീക്കാൻ 2-3 ദിവസത്തേക്ക് മാത്രം വരുന്ന ഒരു കാട്ടുപ്രദേശമാണ് കോബിൾ ലാൻഡ്. റൊണാൾഡും മാർട്ടിനും കൂടി കോബിൾ ലാൻഡിലേക്ക് യാത്ര തിരിച്ചു. അവിടെ നിന്നെങ്കിലും അന്വേഷണം പുരോഗമിക്കുമെന്ന ചിന്തയിലും ശുഭാപ്തി വിശ്വാസത്തിലുമായിരുന്നു അവർ ഇരുവരും. യാത്രാമധ്യേ കാര്യമായ സംസാരങ്ങളൊന്നും തന്നെ അവർ തമ്മിലുണ്ടായില്ല. റൊണാൾഡ് ഇത്തരത്തിൽ നിരവധി കേസുകൾ കൈകാര്യം ചെയ്ത ഒരാളായതിനാൽ മോർട്ടന് അയാളിൽ നിന്നും ഒരുപാട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ റൊണാൾഡിന്റെ ഗൗരവപ്രകൃതി മോർട്ടനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. അവർ രണ്ടുപേരും തങ്ങളുടെ ഔദ്യോഗിക വസ്ത്രങ്ങളിലല്ല അന്വേഷണം നടത്തുന്നത്. എന്തെന്നാൽ ഈ കേസിന്റെ ഗതിവിഗതികളെക്കുറിച്ച് ആർക്കും തന്നെ ഒരുത്തും പിടിയുമില്ല. കാഴ്ചയിൽ മാർട്ടിനും റൊണാൾഡും ഏകദേശം ഒരേപോലെ തന്നെയുണ്ട്. ആയതിനാൽ അവർ ഡി കസിൻസ് എന്ന അപരനാമത്തിലാണ് കേസന്വേഷണം നടത്തുന്നത്. ഡിറ്റക്റ്റീവ് നോവലുകൾ എഴുതുന്ന ഡി കസിൻസ് അതാവുമ്പോൾ കേസുകളെക്കുറിച്ച് അന്വേഷിക്കുകയുമാകാം. വിവരങ്ങളും കണ്ടെത്തലുകളും റെക്കോർഡും ചെയ്യാം. ആർക്കും പ്രഥമ ദൃഷ്ട്യാ സംശയം തോന്നുകയുമില്ല. ഈ ബുദ്ധി മാർട്ടിൻ്റേതായിരുന്നു. പക്ഷേ അതിനയാൾക്ക് പ്രതീക്ഷിച്ചത്രയും ആദരവ് റൊണാൾഡിൽ നിന്നും ലഭിച്ചില്ല. മാർട്ടിൻ കരുതി ഇതൊക്കെ സർവ്വസാധാരണമായ ബുദ്ധി ആയതുകൊണ്ടാകാമെന്ന്. എന്നാൽ സംഗതി മറിച്ചായിരുന്നു. റൊണാൾഡ് അധികം ആരോടും അടുക്കുന്ന പ്രകൃതിയല്ല. എങ്കിലും മനസ്സുകൊണ്ട് അറിയിക്കുന്നവർക്ക് ബഹുമാനവും സ്നേഹവും ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന പ്രകൃതം. അവരുടെ മൗനസഞ്ചാരം അനന്തതയിലേക്ക് എന്നോണം നീണ്ടു. അവസാനം അവർ ആ ഫലകം കണ്ടു: കോബിൾ ലാൻഡ്. എന്തെന്നില്ലാത്ത സന്തോഷത്താൽ റൊണാൾഡ് പറഞ്ഞു, നോക്കൂ മിസ്റ്റർ കസിൻ, നാം എത്താറായി. അത് കേട്ടപ്പോൾ മാർട്ടിനും ഒന്ന് മനസ്സ് തണുത്തു. ദിശാസൂചിക ഫലകത്തേക്കാൾ ആ വിളിയാണ് മാർട്ടിനെ സന്തോഷിപ്പിച്ചത്. മേൽവിലാസം അന്വേഷിച്ച് അവർ ചെന്നെത്തിയത് ഒരു ദരിദ്ര ദേവതയുടെ കുടിലിലേക്കാണ്. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വീട്, അടിച്ചുവാരാത്ത മുറ്റം നിറയെ ശിശിരം, ഇല പൊഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉമ്മറത്തൊരു വശം ചേർന്ന് നിൽക്കുന്ന ഏതോ കാട്ടുമരം, അത് നിറയെ വെളുത്ത കണിക്കൊന്ന പോലെയുള്ള രൂക്ഷഗന്ധം പേറുന്ന പൂക്കൾ. തങ്ങൾ ചെന്നു കയറുന്നത് വല്ല പ്രേത വീട്ടിലേക്കാണോ എന്ന് പോലും അവർ സംശയിച്ചു. അവരുടെ അത്രയും വലിപ്പമുള്ള കാർ പതിവില്ലാതെ ആ വഴി, അതും തങ്ങളുടെ കുടിലിലേക്ക് വരുന്നത് കണ്ട ഒരു പെൺകുട്ടി അവളുടെ കുടിലിന്റെ ഏകവാതിലിന്റെ ഒരു പാളി തുറന്ന് പുറത്തേക്ക് വന്നു നോക്കി. ദയനീയമായ മിഴികൾ, മിഴിക്ക് ചുറ്റും കറുത്ത വലയങ്ങൾ. ആഹാരം കഴിക്കാത്തതിന്റെ ദൈന്യത അവളുടെ വെളുത്ത മെലിഞ്ഞ എല്ലുന്തിയ ശരീരം കണ്ടാലറിയാം. ഇരു ചുമലിലെയും തോളല്ലുകൾ തലപ്പൊക്കം കാണിച്ച് കഴുത്തിൽ പുറത്തേക്ക് ഉന്തി നിൽക്കുന്നു.
ചുരുണ്ട തവിട്ട് നിറമുള്ള തലമുടി അവിടെ എവിടെയായി മുടിക്കെട്ടിൽ നിന്നും വഴിമാറി പുറത്ത് ചാടിയിട്ടുണ്ട്. ഒരു 13-14 മാത്രം വയസ്സ് തോന്നിക്കുന്ന ബാലിക തന്റെ കീറിയ ചാരനിറമുള്ള നിരവധി പാളികളുള്ള നിലത്തഴിയുന്ന ഗൗൺ പൊക്കിപ്പിടിച്ച് വരാന്തയിലേക്ക് വന്നു. റൊണാൾഡോ ആദ്യമേ ചോദിച്ചു, മിസ്സിസ് റോസി? ചോദിച്ചു തീരും മുമ്പേ അവൾ അകത്തേക്ക് ആനയിച്ചു. റോസിയുടെ ഭർത്താവാണ് ഗ്ലോസ്ഗോയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ആൺകുട്ടിയുടെ അച്ഛൻ. റെഡ്ഡി ഒരു കിടപ്പുരോഗിയാണെന്ന് കുടിലിനകത്തേക്ക് കയറിയതും അവർ കണ്ടു. അവരുടെ മുഖത്ത് നിഴലിച്ചു കാണുന്നത് ഈ പെൺകുട്ടിയുടെ മുഖത്തുള്ള അതേ ദൈന്യത തന്നെയാണ്. പക്ഷെ എന്തൊക്കെയായാലും റൊണാൾഡിന് തന്റെ കർത്തവ്യം മറക്കാൻ സാധിക്കില്ല. റൊണാൾഡ് ചോദിച്ചു, റോസി, ഞങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ചിലത് ചോദിച്ചറിയാനുണ്ട്. പിന്നീട് ഒരു അരമണിക്കൂറോളം അവർ നിർത്താതെ കരയുകയായിരുന്നു. ബാക്കി ചോദിച്ചറിയാനുള്ളത് എങ്ങനെ ചോദിക്കുമെന്ന ധർമ്മസങ്കടത്തിലായി റൊണാൾഡും മാർട്ടിനും. അല്പനേരത്തിന്റെ ഉള്ളിൽ ഒരു മെലിഞ്ഞ യുവാവ് ആ വീട്ടിലേക്ക് വന്നു കയറി. ഗ്ലാസ്ഗോയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞ അയാളുടെ മകന്റെ സഹപാഠി. അവൻ കുറച്ചുകൂടി യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച ഒരു വ്യക്തിയായി കാണപ്പെട്ടു. അവനോട് അവർ സംഭാഷണം തുടങ്ങി. ദീർഘനേരത്തെ ചോദ്യാവലിക്ക് ശേഷം അവർക്ക് ചിലത് മനസ്സിലായി. അവന്റെ പിതാവ് ഒരു മാസത്തോളമായി മിസ്സിംഗ് ആണ്. പരാതി കൊടുത്തിട്ടുണ്ട്. എങ്കിലും ലോക്കൽ പോലീസ് അന്വേഷണം അധികം ഊർജിതമാക്കിയില്ല. ആ യുവാവ് ടൂറിസ്റ്റുകൾക്ക് വഴികാട്ടിയായി പോവുകയാണിപ്പോൾ. അവരുടെ കുടുംബത്തിന്റെ ഏക അത്താണി. റോസി എന്ന അവരുടെ രണ്ടാനമ്മ പൂർണ്ണമായും ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ടിട്ട് 1 വർഷത്തോളമായി. അവസാനമായി അവരുടെ ഭർത്താവ് അയാളുടെ ഒരു സുഹൃത്തിനെ കാണാൻ പോവുകയാണെന്നും അതോടുകൂടി തങ്ങളുടെ എല്ലാ കഷ്ടതകളും മാറുമെന്ന വിശ്വാസവും കൊണ്ട് വീട് വിട്ടിറങ്ങിയതാണ്. ഗ്ലോസ്ഗോയിൽ അയാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ് മേൽ പറഞ്ഞ സുഹൃത്തെന്ന് മാത്രമേ അവർക്കറിയൂ. പേരോ വിലാസമോ അറിയില്ല. യുവാവിന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ വിലാസം മാർട്ടിനും റൊണാൾഡും ശേഖരിച്ചു. അവിടെ നിന്നും മടങ്ങി വീണ്ടും ഗ്ലാസ്ഗോയിലേക്ക്. അടുത്ത പ്രഭാതം ഗ്ലാസ്ഗോ നഗരം. ഗ്ലാസ്ഗോയിലെ പ്രധാന വ്യവസായങ്ങളിൽ ഒന്നാണ് കപ്പൽ നിർമ്മാണ വ്യവസായം. മറ്റു അനുബന്ധ മറൈൻ എഞ്ചിനീയറിംഗ് വ്യവസായ മേഖലയും ഗ്ലാസ്ഗോ നഗരത്തെ പുഷ്ടിപ്പെടുത്തുന്നു. റൊണാൾഡും മാർട്ടിനും കൂടി തങ്ങളുടെ അന്വേഷണം വ്യാപിപ്പിക്കുന്നത് മേൽ പറഞ്ഞ കപ്പൽ നിർമ്മാണ ഫാക്ടറിയിലേക്കാണ്. കാരണം കാണാതായ വ്യക്തി അവസാനമായി ജോലി ചെയ്ത സ്ഥാപനവും അതായിരുന്നു. അവിടെയുള്ള ആരെയോ കാണാനാണ് അയാൾ രാത്രി ഇറങ്ങി പുറപ്പെട്ടത്. അത് അന്വേഷണത്തിൽ അവർ മനസ്സിലാക്കി. അയാൾ അവിടുത്തെ വെറുമൊരു ദിവസവേതനക്കാരനായിരുന്നു. മാത്രമല്ല അയാൾ അവിടുത്തെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരു നല്ല മനുഷ്യനും. അതുകൊണ്ട് തന്നെ അയാളുമായി ഇടപഴകിയവരാണ് ആ ഫാക്ടറിയിലെ ഒട്ടുമിക്ക ആൾക്കാരും. എന്നാൽ ആരോടും തന്നെ തന്റെ കുടുംബപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രം അടുപ്പം അയാൾ കാത്തു സൂക്ഷിച്ചതുമില്ല. വീണ്ടും അന്വേഷണം വഴിമുട്ടിയെന്ന തോന്നലിൽ അവർ രണ്ടാളും ഇരിക്കുമ്പോഴാണ് റൊണാൾഡിന് ആ ഫോൺ വന്നത്. അയാളുടെ സീനിയർ ഓഫീസറായിരുന്നു അത്. ഓഫീസർ പറഞ്ഞു, റൊണാൾഡ്, ഒരു സന്തോഷ വാർത്തയുണ്ട്. മരിച്ചവരിൽ മറ്റു 2 പേരെ കൂടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. താങ്കൾക്ക് അവരുടെ മേൽവിലാസം ഉടൻ മെയിൽ അയക്കാം. ഇത്രയും പറഞ്ഞ ശേഷം ധൃതിയിൽ സീനിയർ ഓഫീസർ ഫോൺ വെച്ചു. എന്തായാലും ഇവിടെ നിന്നും തിരിച്ച് അന്വേഷണം തലസ്ഥാനത്തേക്ക് പോകാമെന്ന് റൊണാൾഡും കരുതി. ആ വിവരം മാർട്ടിനോടും പറഞ്ഞു. റൊണാൾഡ് പറഞ്ഞു, മിസ്റ്റർ കസിൻ, നമ്മുടെ അന്വേഷണത്തിന് പുതിയ ലെവൽ തുടങ്ങുന്നു. മറ്റു 2 പേരെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തെല്ലൊരു സന്തോഷത്തോടെ മാർട്ടിനും പുഞ്ചിരിച്ചു. ശേഷം മാർട്ടിൻ പറഞ്ഞു, ഭാഗ്യം, അവിടെ നിന്നെങ്കിലും അന്വേഷണം കരപറ്റാൻ സാധിക്കട്ടെ. അവർ തങ്ങളുടെ കാർ ഓടിച്ച് ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് കടക്കുമ്പോൾ ഗേറ്റിൽ നിന്നിരുന്ന സെക്യൂരിറ്റി ഗാർഡ് അവരുടെ വാഹനത്തിനടുത്തേക്ക് നടന്നു വന്ന് അല്പം സ്വരം താഴ്ത്തി പറഞ്ഞു, സാർ, ഇതാണ് എൻ്റെ നമ്പർ. വൈകുന്നേരം മേരി ഹില്ലിലേക്ക് വരുമോ? അവിടെ വന്ന ശേഷം ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. മറ്റാരും അറിയണ്ട. എനിക്ക് ചിലത് പറയാനുണ്ട്. എന്തായാലും മാർട്ടിൻ അയാളുടെ നമ്പർ വാങ്ങി. അവരുടെ വാഹനം ഫാക്ടറി ഗേറ്റ് കടന്ന് നേരെ റോഡിലേക്ക് പ്രവേശിച്ചു. മാർട്ടിനും റൊണാൾഡും വാഹനത്തിന്റെ ഉള്ളിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. റൊണാൾഡ് പറഞ്ഞു, മേരി ഹിൽ ക്രിമിനൽസിന്റെ താവളമാണ്. നമ്മളൊന്ന് കരുതിയിരിക്കണം. മാർട്ടിൻ പറഞ്ഞു, പോയി നോക്കുകയല്ലേ? റൊണാൾഡ് പറഞ്ഞു, പിന്നല്ലാതെ. എന്തു തന്നെയായാലും ഇന്ന് അന്വേഷണത്തിന് നമുക്ക് ഗുണകരമാവുകയേ ഉള്ളൂ. വൈകുന്നേരത്തിന്റെ ഉള്ളിൽ റൊണാൾഡിന് കൊല്ലപ്പെട്ട മറ്റ് 2 പേരുടെയും വിവരങ്ങൾ മെയിൽ ലഭിച്ചു. റൊണാൾഡും മാർട്ടിനും ആ വിവരങ്ങൾ പരസ്പരം ചർച്ച ചെയ്തു. സന്ധ്യ കഴിയാറായപ്പോൾ അവർ മേരി ഹിൽ ലക്ഷ്യം വെച്ച് യാത്ര തുടങ്ങി. എന്നാൽ അവർ അവിടെ എത്തുമ്പോഴേക്കും സെക്യൂരിറ്റി ഗാർഡ് അവരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രാന്തപ്രദേശത്തെ ഒഴിഞ്ഞ കുന്നിൻ ചെരുവിൽ മാർട്ടിനും റൊണാൾഡും അവരുടെ വാഹനം പാർക്ക് ചെയ്ത് ചുറ്റിലും നോക്കി. അവർ അയാളുടെ നമ്പറിലേക്ക് വിളിക്കാൻ വേണ്ടി ഫോൺ കയ്യിലെടുത്തതും കുന്നിന്റെ അങ്ങേ ചെരുവിൽ നിന്നും അയാൾ അവരെ നോക്കി കൈവീശി കാണിച്ചു. അയാളുടെ നേരെ അവർ 2 പേരും വളരെ കരുതലോടെ നടന്നു നീങ്ങി. എന്നാൽ വളരെ സൗമ്യതയോടെ അയാൾ നിന്നു. സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു, എന്നെ വിശ്വസിച്ച് ഈ സമയം ഇതുപോലൊരു സ്ഥലത്തേക്ക് വരാൻ തയ്യാറായതിന് നന്ദി. ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും ഡിറ്റക്റ്റീവ് നോവൽസ് എഴുതുന്നവരല്ലല്ലോ, കുറ്റാന്വേഷകരല്ലേ? വളരെ തന്ത്രപരമായി ലാഘവത്തോടെ വളരെ വലിയൊരു കാര്യം ഞൊടിയിടയിൽ അയാൾ ചോദിക്കുമെന്ന് മാർട്ടിൻ കരുതിയില്ല. അതുകൊണ്ട് അയാൾ ആകെ പരിഭ്രാന്തനായി. എന്നാൽ റൊണാൾഡ് ഇത്തരം സന്ദർഭങ്ങൾ ഒരുപാട് നേരിട്ടിട്ടുള്ളത് കൊണ്ട് അയാൾക്കത് തീരെ അസ്വസ്ഥമായി തോന്നിയില്ല. 2 പേരും ഉത്തരം നൽകാതെ അയാളെ തന്നെ നോക്കി നിന്നു. എന്നാൽ അയാൾ തുടർന്നു,
അതെന്തോ ആയിക്കൊള്ളട്ടെ, ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാനാണ്. ഇത്രയും പറഞ്ഞ ശേഷം അയാൾ തുടർന്നു. അവരന്വേഷിക്കുന്ന വ്യക്തി മരണപ്പെടുന്നതിന് 2 ആഴ്ച മുമ്പ് ഫാക്ടറിയിലെ തൻ്റെ മേലുദ്യോഗസ്ഥനെ പോയി കണ്ടിരുന്നു. ഭാര്യയുടെ ചികിത്സാ സഹായത്തിന് അല്പം പണവും കടം ചോദിച്ചിരുന്നു. എന്നാൽ മേലുദ്യോഗസ്ഥൻ ധനസഹായം കൊടുക്കുന്നതിന് പകരം തങ്ങളുടെ മാനേജർ വഴി ഫാക്ടറി വ്യവസായിയെ നേരിട്ട് പോയി കാണാനും അയാൾ തീർച്ചയായും സഹായിക്കുമെന്നും പറഞ്ഞു കൊടുത്തു. അവരുടെ വ്യവസായി ലോകത്തിലെ തന്നെ ഒന്നാംകിട വ്യവസായികളിൽ ഒരാളാണെന്ന് അയാൾക്കറിയില്ലായിരുന്നു. ഇത്രയും പറഞ്ഞ ശേഷം അവിടെ നിന്നും വേഗം പോകാൻ സെക്യൂരിറ്റി ഗാർഡ് ധൃതി കാണിച്ചു. റൊണാൾഡോ അയാളോട് ഇപ്രകാരം ചോദിച്ചു, താങ്കളെ ഞങ്ങൾ കൊണ്ടുവിടാം. അത് കേട്ട സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു, വേണ്ട, ഈ കുന്നിൻ ചെരുവിനും അപ്പുറമാണ് എൻ്റെ വീട്. പിന്നെ ഇത് ഞങ്ങളുടെ ഏരിയയാണ്. ഇവിടെ എന്നെ ആരും ഒന്നും ചെയ്യില്ല. നിങ്ങൾ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. പിന്നെ കാര്യമായ വാദപ്രതിവാദങ്ങളൊന്നും ഉണ്ടായില്ല. റൊണാൾഡും മാർട്ടിനും കുന്നിറങ്ങി. അവർ വാഹനത്തിൽ കയറി. കണ്ണിൽ നിന്നും മറഞ്ഞെന്ന് ഉറപ്പായപ്പോൾ അയാളും മടങ്ങി. ഇരുവരും റൂമിലെത്തിയ ശേഷം മാത്രമേ പിന്നീട് സംഭാഷണം തുടർന്നുള്ളൂ. അത്രയും നേരം റൊണാൾഡ് കാര്യമായി എന്തോ ആലോചിക്കുകയായിരുന്നു. റൂമിലെത്തിയ ശേഷം മാർട്ടിനാണ് ആദ്യം മൗനം ലംഘിച്ചത്. മാർട്ടിൻ പറഞ്ഞു, പ്രിയപ്പെട്ട സാർ, എന്താണ് താങ്കളുടെ മൗനത്തിനർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റൊണാൾഡോ പറഞ്ഞു, മാർട്ടിൻ, നിങ്ങൾക്കെന്നെ റോൺ എന്ന് വിളിക്കാം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. താങ്കൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നാം മനസ്സിലാക്കാൻ പോവുകയാണ്. എന്താണ് റൊണാൾഡോ പറയുന്നതെന്നറിയാതെ ആകാംക്ഷാഭരിതനായി മാർട്ടിൻ കണ്ണുരുട്ടി. പുരികക്കൊടികൾ ചുളിച്ച് ചുണ്ടുകൾ അല്പം വിടർത്തി ഇടതുകൈയിൽ തള്ളവിരൽ മറ്റ് 4 വിരലുകൾ ചുരുട്ടിവെച്ച് താടിക്ക് താടിയായി ചേർത്ത് വെച്ച് വലതുകാലിൽ ഇടതുകാൽ കയറ്റിവെച്ച് റൂമിലെ നീളൻ സോഫയിൽ ഒരു കോണിയിലായിരുന്നു. സോഫയുടെ മറ്റേ അറ്റത്ത് തീർത്ത് നിർവികാരനായി റൊണാൾഡോ. തൻ്റെ ഒരു വശത്തിരിക്കുന്ന മാർട്ടിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ റൊണാൾഡോ തുടർന്നു, മാർട്ടിൻ, മേരി ഹിൽ എന്ന ക്രിമിനൽസിൻ്റെ ഏരിയയിലെ ഒരു അന്തേവാസി അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ വ്യവസായിക്കെതിരെ നമുക്ക് വിവരങ്ങൾ തരുന്നുവെങ്കിൽ ഒന്നുകിൽ അത് വിശ്വസനീയം, അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടായേക്കാം. അതിനും പുറമെ ആ വ്യവസായി ആരെന്നറിയാമോ മാർട്ടിന്? സാക്ഷാൽ മിസ്റ്റർ ജോൺ പെസൂസു. മാർട്ടിൻ ഇതെല്ലാം ആദ്യമായി കേൾക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാർട്ടിൻ അറിയാതെ ചോദിച്ചുപോയി, ജോൺ വാട്ട്? ആരാണയാൾ? ഇത്ര പോലും വിജ്ഞാനമില്ലാതെയാണോ കേസന്വേഷണത്തിന് വന്നിരിക്കുന്നതെന്ന ദേഷ്യത്തിൽ റൊണാൾഡോ അയാളെ നോക്കി. ദേഷ്യത്തിൽ പറഞ്ഞു, ജോൺ ആരാണെന്ന് പോലും അറിയില്ലേ? ലോകത്തിലെ തന്നെ ഏറ്റവും ധനികരിൽ ഒരാൾ, വ്യവസായി. അയാൾ കടന്നു ചെല്ലാത്ത വ്യവസായ ശൃംഖലയോ ഭൂപ്രദേശമോ ഈ ഭൂമിയിലെന്നല്ല ഈ ഗാലക്സിയിൽ ഉണ്ടാവില്ല. അത്രയ്ക്കും ശക്തനാണ് അയാൾ. എന്തു പറയുമെന്നറിയാതെ പകച്ചുപോയ പാവം മാർട്ടിൻ ചോദിച്ചു, അങ്ങനൊരാൾ എന്തിനു വെറും ഒരു കൂലിപ്പണിക്കാരനെ വധിക്കണം? അത് കേട്ട റൊണാൾഡോ പറഞ്ഞു, അത് തന്നെയാണ് എന്നെയും അങ്കലാപ്പിലാക്കുന്നത്. ഈ ഇൻഫോർമേഷൻ ശരിയോ തെറ്റോ എന്ന് പോലും അപഗ്രഥിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്തായാലും നമുക്ക് 2 നാൾ കൂടി ഇവിടെ തങ്ങി ജോണിനെ കാണാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കാം. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യണം ഇപ്പോൾ തന്നെ. മാർട്ടിൻ പറഞ്ഞു, പക്ഷെ ഇത്രയും വലിയൊരു വ്യക്തിക്ക് നമ്മൾ ആരാണെന്നും നമ്മുടെ ഉദ്ദേശവും അറിയില്ലേ? മാത്രവുമല്ല, നമുക്ക് അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുമോ? റൊണാൾഡോ പറഞ്ഞു, അയാളോട് നാം ഒന്നും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മുഴുവൻ വിവരവും അയാളുടെ അടുത്തുണ്ടായിരിക്കും. അതിനാൽ സത്യം പറഞ്ഞുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കണം. മാത്രവുമല്ല, സെക്യൂരിറ്റി ഗാർഡിനെ കുറിച്ച് ഇപ്പോൾ പറയുകയും വേണ്ട. എങ്ങനെയൊക്കെ ആയാലും അയാളെ കാണാൻ വേണ്ടി 2 ദിവസം കളയുക എന്നാൽ മണ്ടത്തരമാവുകയുള്ളൂ. പക്ഷേ ചിലപ്പോൾ ഇതൊരു വഴിത്തിരിവായിരിക്കും. എനിക്കും ചില സംശയങ്ങളുണ്ട്. അങ്ങനെ അവർ സംഭാഷണം അവസാനിപ്പിച്ച് തങ്ങളുടെ മുറികളിൽ മിണ്ടാതെ കിടന്നു. അന്വേഷണം എങ്ങോട്ട് പോകുന്നു എന്ന വേവലാതിയോടെ മാർട്ടിനും നിഗൂഢമായ രഹസ്യങ്ങളുമായി റൊണാൾഡോ ഉറങ്ങി. ജോൺ പെസൂസ് എന്ന വ്യാപാര ധനികനെ കാണാൻ തീരുമാനിച്ചുറപ്പിച്ച റൊണാൾഡും മാർട്ടിനും അവരുടെ അവസാന പരിശ്രമത്തിനായി അധികമായി കിട്ടിയ 2 ദിവസങ്ങൾ കൂടി അവിടെ തങ്ങി നോക്കി. തങ്ങളുടെ പരിശ്രമത്തിന് ഫലം കിട്ടിയില്ല എന്നുറപ്പിച്ച അവർ വൈകുന്നേരം 6 മണിക്കുള്ള വിമാനത്തിൽ തിരിച്ചു പോകാൻ തയ്യാറെടുപ്പുകൾ തുടങ്ങി. പെട്ടെന്നാണ് മാർട്ടിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ഹലോ മിസ്റ്റർ മാർട്ടിൻ, ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കടലോര റിസോർട്ടായ ഓക്കോയിലേക്ക് വരിക. നിങ്ങളുടെ വിഡ്ഢിയായ സഹപ്രവർത്തകനെയും കൂടെ കൂട്ടുക. നിങ്ങൾക്കെന്നെ കാണാം. ഇത്രയും പറഞ്ഞ് ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. ആരാണ് വിളിച്ചതെന്ന് പോലും മാർട്ടിന് മനസ്സിലായില്ല. പക്ഷെ അത് നിശ്ചയമായും പെസൂസു ആയിരിക്കുമെന്ന് അയാൾക്ക് തോന്നി. അയാളുടെ സംശയം റൊണാൾഡും ശരിവച്ചു. എന്തൊക്കെയായാലും ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് ഇരുവരും പെസൂസുവിനെ കാണാൻ തീരുമാനിച്ചു. എന്തെന്നില്ലാത്തൊരു അജ്ഞതാഭയം അവരെ അലട്ടുന്നുണ്ടായിരുന്നു. എന്നാലും അവർ ആ ഒരു ദിവസത്തേക്ക് കൂടി അവിടെ തങ്ങി അയാളെ നേരിട്ട് കാണാൻ ഉറപ്പിച്ചു. വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി തന്നെ ഇരുവരും തയ്യാറായിരിക്കുകയാണ്. തങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും പെസൂസ് പറഞ്ഞ ഹോട്ടൽ വ്യാപാര സമുച്ചയത്തിലേക്ക് ഏകദേശം 20 മിനിറ്റോളം മാത്രമേ യാത്രയുള്ളൂ. എങ്കിലും ഏതോ ഒരു വലിയ വ്യക്തിയെ കാണാൻ പോവുകയാണെന്ന തോന്നൽ ഇരുവർക്കുമുണ്ട്. സാധാരണഗതിയിൽ റൊണാൾഡോ അത്തരത്തിൽ ഭയപ്പെടുന്ന ആളല്ല. എങ്കിലും ഇതുവരെ കാണാത്ത ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരനും ധനികനുമായ ഒരു വ്യക്തിയെ താൻ കാണാൻ പോകുന്നതെന്ന് അയാൾക്കറിയാം. പെസൂസുവിൻ്റെ മുൻകാല ചരിത്രങ്ങളിൽ കൊലപാതകങ്ങളും കേട്ടിട്ടുണ്ട്.
എന്നാൽ ഒന്നിനും തന്നെ വ്യക്തമായ തെളിവുകളില്ല. അതിനാൽ പെസൂസുവിനെ കാണുന്നതുവരെയും റൊണാൾഡിന്റെ ഹൃദയമിടിപ്പ് താളം തെറ്റിക്കൊണ്ടേയിരിക്കും. ഏകദേശം 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ റൊണാൾഡും മാർട്ടിനും ഇരിക്കുന്ന ഹോട്ടൽ റൂമിലെ ഫോൺ ചലിച്ചു. ഹോട്ടൽ റിസപ്ഷൻ വഴിയാണ് അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു വാഹനം വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും നേരത്തെ അവരെ തേടി വാഹനം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തായാലും റൂമിൽ നിന്നും കോണിപ്പടികളിറങ്ങി അവർ നടന്നു. ലിഫ്റ്റ് ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ചു. എന്തെന്നാൽ ഇനി മരണത്തിലേക്കാണോ പോകുന്നതെന്ന് പോലും അറിയില്ലല്ലോ. അതുകൊണ്ട് 1-2 മിനിറ്റുകൾ കൂടി അധികം ജീവിക്കാമല്ലോ എന്നവർ ചിന്തിച്ചു. അങ്ങനെ മെല്ലെ മെല്ലെ താഴെയുള്ള റിസപ്ഷൻ ഭാഗത്തേക്ക് അവരെത്തി. അവരെ കണ്ടതും റിസപ്ഷനിലെ ജോലിക്കാരി അവരെ വാഹനം എത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് അനയിച്ചു. അവർ വാഹനത്തിൽ കയറി യാത്ര തുടർന്നു. വഴിയിൽ നിന്ന് തന്നെ അവർ പരസ്പരം സംസാരിച്ചില്ല. പെസൂസുവിനെ കാണാനുള്ള ആകാംക്ഷയിലായിരുന്നു രണ്ടാളും, തെല്ലൊരു ഭയത്തിലും. അയാളുടെ കിങ്കരന്മാർ അവരെ അയാളുടെ അടുക്കിലേക്ക് അനയിച്ചു. എന്നാൽ അവർ കരുതിയതിന് നേരെ വിപരീതമായി ആയുധ പരിശോധനകളോ മറ്റു സാധാരണ കടമ്പകളോ ഉണ്ടായില്ല. വലിയൊരു മുറിയിൽ ആഡംബരത്തിന്റെ നിറപ്പകിട്ടുകളില്ലാതെ ഒരു സാധാരണ കസേരയിൽ റൊണാൾഡിനെയും മാർട്ടിനെയും കാത്തിരിക്കുകയാണ് പെസൂസു. മാർട്ടിനും റൊണാൾഡും ഇപ്പോഴും തങ്ങൾക്ക് ചുറ്റിലുമുള്ള കാഴ്ചകളെ വിശ്വസിക്കാനാവാത്ത വിധം അയാളുടെ നേർക്ക് നോക്കി നിൽക്കുകയാണ്. ഉടൻ തന്നെ പെസൂസുവിന്റെ 2 അനുയായികൾ അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ തയ്യാറാക്കി വെച്ചു. അവർ നിശബ്ദരായിരുന്നു. അവരോട് പെസൂസ് അതീവ ഗാംഭീര്യമുള്ള ശബ്ദത്തിൽ സ്വരം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, നിർത്തിക്കോളൂ, ഇതോടുകൂടി നിങ്ങൾ അന്വേഷണം അവസാനിപ്പിക്കുന്നു, മടങ്ങുന്നു. നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എൻ്റെ ഹെലികോപ്റ്ററിൽ കൊണ്ടാക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞ ശേഷം അയാൾ ഇരിക്കുന്ന കസാരയിൽ നിന്നും എഴുന്നേറ്റു. കോട്ടിന്റെ ബട്ടൺ ശരിയാക്കി. ചുളിവുകളൊന്നുമില്ലാത്ത വസ്ത്രമാണെങ്കിൽ കൂടി ചുളിവുകൾ വരാത്ത വിധം നിവർന്ന് തലയുയർത്തി തിരിഞ്ഞു നടന്നു. 2 അടി നടന്ന ശേഷം തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു, അറിയാമല്ലോ, ഞാൻ പെസൂസു, ഒരേ സമയം ഡീമൻ ആൻഡ് പ്രൊട്ടക്ടർ ഓഫ് ഡീമൻസ്, ചെകുത്താന്മാരുടെയും ചെകുത്താൻ, ഇനി കാണാൻ ഇടവരില്ല. ശേഷം അവർക്ക് വിവരം നൽകിയ സെക്യൂരിറ്റി ഗാർഡിന്റെ തലയുടെ ഫോട്ടോ അവർ ഇരിക്കുന്ന കസാരയുടെ നേർക്കുള്ള ചുമരിലെ വലിയ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു. പെസൂസു നടന്നകന്നു. അയാളുടെ കിങ്കരന്മാർ ഇവർ 2 പേരുടെയും അടുത്ത് വന്ന് പുറത്തേക്കുള്ള വഴി കാണിച്ച് ആനയിച്ചു. നേരെ അവരെ കൊണ്ടുപോയത് കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ അവർക്കായി കാത്തു നിൽക്കുന്ന ഹെലികോപ്റ്ററിലേക്കായിരുന്നു. അതിൽ കയറുമ്പോൾ റൊണാൾഡിന്റെ ഫോൺ ശബ്ദിച്ചു. മേലുദ്യോഗസ്ഥന്റെ ഫോൺ വിളിയാണ്. എടുത്തയുടനെ നമ്മൾക്ക് ഈ കേസ് തുടരാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകളും തെളിവുകളുടെ അഭാവവുമുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വിച്ഛേദിച്ചു. ദേഷ്യവും നിരാശയും കാരണം റൊണാൾഡ് പല്ലുകൾ കടിച്ചമർത്തി. അവരുടെ ആസ്ഥാനമായ വാസസ്ഥലത്തേക്ക് കൊണ്ടിറക്കിയ ശേഷം കോപ്റ്റർ പറന്നകന്നു. റൊണാൾഡും മാർട്ടിനും ഒന്നും ഉരിയാടിയില്ല. എന്നാൽ റൊണാൾഡ് മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടി. അയാൾ തൻ്റെ മുറിയിൽ പ്രവേശിച്ച ശേഷം ഒരു ഫോൺ നമ്പർ ഡയൽ ചെയ്തു. റൊണാൾഡ് ആരെയാണ് വിളിക്കുന്നതെന്നറിയാൻ മാർട്ടിന് നല്ല ആകാംക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ചോദ്യം അരോചകമായിരിക്കുമെന്ന് മാർട്ടിന് തോന്നിയതിനാൽ അയാൾ ചോദിച്ചില്ല. പക്ഷേ മാർട്ടിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ റൊണാൾഡോ അയാളോട് ഇപ്രകാരം പറഞ്ഞു, മാർട്ടിൻ പേർസി, പെസൂസുവിൻ്റെ ആദ്യകാല സുഹൃത്തും വ്യാപാര പങ്കാളിയുമാണ് മോർട്ടിമർ. പേര് പോലെ തന്നെ ഒരു ഡെഡ് സീ, ഒരു ജീവന്റെ കണിക പോലും നിലനിൽക്കാതെ ചാവുകടൽ. ഒരു ചെകുത്താനെ തോൽപ്പിക്കാൻ മറ്റൊരു ചെകുത്താനെ കൂട്ടുപിടിക്കണം. മാത്രവുമല്ല, നാളെയുടെ ചരിത്രത്തിൽ 2 കോർപ്പറേറ്റുകൾ തമ്മിലുള്ള യുദ്ധമായി മാത്രമേ ഓർമ്മപ്പെടുകയുമുള്ളൂ. എന്നിരുന്നാലും പെസൂസുവിനെ പോലെ തന്നെ ഇയാളും അപകടകാരി തന്നെ. ഇത് കേട്ട മാർട്ടിൻ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ വെറുമൊരു കൊലപാതക പരമ്പര അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ടവരല്ലേ? അതിൽ നിന്നും പിന്തിരിയാൻ മേലാവിൽ നിന്നും ഉത്തരവും ലഭിച്ചു. ഇനി എന്തിനു വീണ്ടും അതിന് പുറകിൽ പോകണം? റൊണാൾഡ് പറഞ്ഞു, നോക്കൂ മാർട്ടിൻ, താങ്കൾക്ക് ഭയമാണെങ്കിൽ പൊയ്ക്കോളൂ. എന്നാലും സത്യം തെളിയിക്കാൻ എനിക്ക് എന്നും വ്യഗ്രത കൂടുതലാണ്. കുറ്റവാളികൾ കൂടുന്ന സമൂഹം എന്നാൽ പാവപ്പെട്ടവരെ സഹായിക്കാൻ ആരുമില്ലാത്ത ലോകമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് കേട്ട മാർട്ടിൻ പറഞ്ഞു, ഞാൻ താങ്കളുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. പിന്നീട് കാര്യമായ സംഭാഷണങ്ങളൊന്നും ഉണ്ടായില്ല. റൊണാൾഡ് തൻ്റെ ഫോൺ എടുത്തു. മോർട്ടിമറിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്തു. ഒരേ ഒരു റിങ് മാത്രമേ കഴിഞ്ഞുള്ളൂ. മറുപുറത്ത് സംഭാഷണം തുടങ്ങി. മോർട്ടിമർ പറഞ്ഞു, ഞാൻ താങ്കളുടെ വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ശേഷം അവർ സംഭാഷണം തുടർന്നു. മോർട്ടിമർ പെസൂസുവിൻ്റെ ആദ്യകാല ബിസിനസ് പാർട്ണറായിരുന്നു. എന്നാൽ ഇന്നവർ തമ്മിലുള്ള പങ്കാളിത്ത വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും പെസൂസുവിൻ്റെ മാത്രമാണ്. സ്വാഭാവികമായും കുത്തക മുതലാളിമാർ തമ്മിലുണ്ടാകുന്ന അല്ലറ ചില്ലറ പിണക്കങ്ങളിൽ നിന്നും തുടങ്ങി പടർന്നു പന്തലിച്ച് 2 പേരും വ്യത്യസ്തങ്ങളായ 2 വലിയ പ്രസ്ഥാനങ്ങളായി മാറി. എന്നാലും ഇപ്പോഴും ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന ചില വ്യവസായങ്ങളുണ്ട് താനും. എന്നിരുന്നാലും അടിസ്ഥാനപരമായി രണ്ടാളും പരസ്പര വൈരാഗികളാണ്. ലോക വ്യാപാര മേഖലയിൽ തന്നെ 2 പ്രധാന ഘടകങ്ങളെന്നാൽ ഒന്ന് പെസൂസുവിൻ്റേത്, മറ്റേത് മോർട്ടിമറിൻ്റെയും എന്നായി മാറിയിരിക്കുന്നു. കപ്പൽ വിമാന നിർമ്മാണ മേഖല, ക്രൂഡ് ഓയിൽ, ആയുധ വ്യാപാര വിപണന മേഖല, മറ്റ് അസംസ്കൃത വസ്തുക്കൾ, സ്വർണ്ണഖനനം, ടെക്നോളജി മേഖല, വസ്ത്രവ്യാപാര മേഖല, ആരോഗ്യ മേഖല എന്നുവേണ്ട ലോകത്തെ ഇന്ന് മുൻപോട്ട് നയിക്കുന്ന എല്ലാ മേഖലകളിലും വ്യക്തമായി കാണുന്ന 2 വിഭാഗങ്ങളേ ഉള്ളൂ, മോർട്ടിമറിൻ്റെയും പെസൂസുവിൻ്റെയും.
എന്നാൽ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ പരസ്പര വൈരുദ്ധ്യങ്ങളായതിനാൽ ഒളിഞ്ഞും തെളിഞ്ഞും അവർ വാക്പോരിൽ ഏർപ്പെടാറുണ്ട്. യുദ്ധങ്ങളെ സ്നേഹിക്കുന്ന പെസോസും സമ്പത്തിനെ സ്നേഹിക്കുന്ന മോർട്ടിമറും ഒത്തൊരുമിച്ചാൽ അന്ന് തീരാവുന്നതേ ഉള്ളൂ ഈ ലോകമെന്ന് ഭൂമിയിൽ എല്ലാവർക്കും അറിയാം. അങ്ങനെയൊക്കെയാണെങ്കിലും മോർട്ടിമർക്ക് താരതമ്യേന രക്തച്ചൊരിച്ചിലിനോട് വലിയ താല്പര്യം പൊതുവേയില്ല. മോർട്ടിമറുമായി സംഭാഷണം അവസാനിപ്പിച്ച ശേഷം റൊണാൾഡ് മാർട്ടിനോട് പറഞ്ഞു, നമുക്ക് അബേർട്ടീനിലേക്ക് മടങ്ങാം. നാം അവിടെ മടങ്ങിയെത്തുമ്പോഴേക്കും നമ്മെ തേടി ഒരു ശുഭവാർത്ത വന്നിരിക്കും. എന്തെന്നോ ഏതെന്നോ ചോദിക്കാതെ തന്നെ മാർട്ടിന് കാര്യങ്ങൾ പിടികിട്ടി. അവർ തങ്ങളുടെ ഫ്ലൈറ്റ് കയറി അബേർട്ടീൻ നഗരത്തിലേക്ക് കുതിച്ചു. സമയം രാവിലെ 7 മണി. മാർട്ടിൻ തന്റെ അന്വേഷണ വിഭാഗം ഹെഡ്ക്വാർട്ടേഴ്സിലും റൊണാൾഡ് തന്റെ വസതിയിലും വിശ്രമിക്കുകയായിരുന്നു. മാർട്ടിന്റെ ഫോൺ ശബ്ദിച്ചു. മേലുദ്യോഗസ്ഥനായിരുന്നു വിളിച്ചത്. ആ വിവരം അറിയിക്കാൻ അയാൾ റൊണാൾഡിനെ വിളിച്ചു. മാർട്ടിൻ പറഞ്ഞു, റൊണാൾഡ്, എനിക്ക് മേലുദ്യോഗസ്ഥന്റെ ഫോൺ വന്നിരുന്നു. അയാൾ പറഞ്ഞു മുഴുവനാക്കും മുമ്പ് തന്നെ ചിരിച്ചുകൊണ്ട് റൊണാൾഡ് തുടർന്നു, അന്വേഷണം തുടരാൻ ഉത്തരവ് ലഭിച്ചു എന്നല്ലേ? മാർട്ടിൻ പറഞ്ഞു, ആ യെസ്. അത് കേട്ട റൊണാൾഡ് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, മോർട്ടിമർ കളി തുടങ്ങി, നമ്മൾ അന്വേഷണവും. മാർട്ടിൻ ചോദിച്ചു, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടാണ് സാർ? റൊണാൾഡ് പറഞ്ഞു, ബാക്കി മരണപ്പെട്ടവരുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. തുടരന്വേഷണത്തിന് നാം ഫെറോ ഐലൻഡിലേക്ക് പോകുന്നു. അത് കേട്ട മാർട്ടിൻ ചോദിച്ചു, വാട്ട്? അവിടേക്ക് പോകാൻ 2 ദിവസത്തെ യാത്രയില്ലേ, അതും ഈ തണുപ്പിൽ മഞ്ഞു മൂടിക്കിടക്കുന്ന കടലിലൂടെ? റൊണാൾഡ് പറഞ്ഞു, അതെ, ഇനിയാണ് യഥാർത്ഥ പോരാട്ടം. എല്ലാം എടുത്തോളൂ, നാം ഇന്ന് വൈകുന്നേരം യാത്ര തുടങ്ങുന്നു. കേസന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ യാത്രയിൽ പറയാം. ബൈ. ഫറോ ഐലൻഡ് 2 ലക്ഷത്തിൽ താഴെ മാത്രം മനുഷ്യർ സ്വൈര്യവിഹാരം നടത്തുന്ന സ്വസ്ഥസുന്ദര ഭൂമി. ലോകത്തിലെ സ്വർഗമെന്നറിയപ്പെടുന്ന പ്രദേശം. കുന്നുകളും സമതലങ്ങളും പച്ചപ്പരവതാനി വിരിച്ച് സഞ്ചാരികളെ മാടി വിളിക്കുന്ന പറുദീസ. ലോകത്തിലെ തന്നെ ഉയരം കൂടിയ ക്ലിഫ് സ്ഥിതി ചെയ്യുന്ന ശാന്തസുന്ദര ഭൂമി. തോർഷ്യൻ എന്നറിയപ്പെടുന്ന തലസ്ഥാന നഗരിക്ക് ആ പേര് ലഭിച്ചത് ഗ്രീക്ക് പുരാണത്തിലെ തോർ എന്ന ദൈവപുത്രനിൽ നിന്നാണ്. തോർ തന്റെ സ്വൈര്യജീവിതം നയിക്കാൻ ഭൂമിയിൽ തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഫറോ ദ്വീപ് സമൂഹമെന്ന പഴമക്കാർ വിശ്വസിച്ചു പോരുന്നു. ഡെൻമാർക്ക് എന്ന രാജ്യത്തിൽ ഉൾപ്പെടുമെങ്കിലും സ്വയംഭരണ പ്രദേശമാണ് ഫിറോ ദ്വീപ് സമൂഹം. സ്കാൻഡിനേവിയൻ സംസ്കാര ജനത. BC 300-കൾക്കും 600-കൾക്കും ഇടയിലും 2ാം കുടിയേറ്റം 600-കൾക്കും 800-കൾക്കും ഇടയിലും സംഭവിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രദേശമാണ് ഫറോ ഐലൻഡ്. എന്നാൽ മധ്യകാലഘട്ടത്തോടുകൂടി ഏകദേശം AD 850-കളുടെ തുടക്കം മുതൽ സെൽറ്റിക് ക്രൈസ്തവ സമൂഹം ഫറോ ഐലൻഡിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങി. അനന്തരം സംഭവിച്ച നിരന്തര യുദ്ധങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായി ഇന്നത്തെ ഫറോ ഐലൻഡ് സ്വർഗീയ ഭൂമിയായി മാറി. ആധുനിക യുഗ കണക്കെടുപ്പനുസരിച്ച് ക്രൈസ്തവർ, മുസ്ലിം മതവിശ്വാസികൾ, ഹിന്ദു, ബുദ്ധമത വിശ്വാസികൾ എന്നിവർക്ക് പുറമെ 4%-ലധികം പേരും പ്രത്യേക മതവിശ്വാസങ്ങളൊന്നും തന്നെ അനുസരിക്കാതെയും ജീവിച്ചു പോരുന്ന 18 ദ്വീപുകളുടെ സമൂഹമാണ് ഫെറോ ഐലൻഡ്. ആയതിനാൽ തന്നെ ഇവിടങ്ങളിൽ പ്രത്യേക നിയമങ്ങൾ ആരും ആരിലും അടിച്ചേൽപ്പിക്കാറുമില്ല. ഈ സവിശേഷതകളെല്ലാം കൊണ്ട് തന്നെയാണ് ഫെറോ ഐലൻഡ് സ്വർഗതുല്യമായി തീരുന്നത്. വർഷത്തിലൊരിക്കൽ തദ്ദേശവാസികൾ കൊണ്ടാടുന്ന തിമീങ്കലവേട്ട അറ്റ്ലാന്റിക് സമുദ്രത്തിനെ ആകെ ചെങ്കടലാക്കി മാറ്റാറുണ്ട്. റൊണാൾഡും മാർട്ടിനും ചെന്നിറങ്ങിയതും അത്തരത്തിലൊരു ദിവസമാണ്. ഫെറോ ഐലൻഡിന്റെ ഏറ്റവും വലിയ സവിശേഷത അവിടുത്തെ കാലാവസ്ഥയാണ്. ഒരിക്കലും ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത വിധം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥയാണ് അവിടുത്തെ. ഇരുവരും യാത്ര തുടങ്ങുന്നത് ബെർഗനിൽ നിന്നായിരുന്നു. ബെർഗനിൽ നിന്നും ഗ്ലോസ്ഗോവിലെത്തിയ ശേഷം വിമാനമാർഗം ഫെറോ ഐലൻഡ് എന്നായിരുന്നു അവരുടെ ആദ്യ പദ്ധതി. എന്നാൽ ഫെറോ ഐലൻഡിന്റെ അപ്രഖ്യാപിത കാലാവസ്ഥ വ്യതിയാനം അവരുടെ വിമാനയാത്ര കപ്പൽ യാത്രയിലേക്ക് വഴി തിരിച്ചുവിട്ടു. ഗോതേൻബർഗിൽ നിന്നുമായിരുന്നു അവരുടെ കപ്പൽ പ്രയാണത്തിന് തുടക്കം കുറിച്ചത്. മണിക്കൂറുകൾ നീളുന്ന അറുമുഷിപ്പൻ കപ്പൽ യാത്ര. യാത്രയുടെ യാമങ്ങളിൽ ആഴമേറിയ കപ്പലിന്റെ ഉള്ളംകൈയിൽ കാറ്റിനാൽ നിശ്ചയിക്കപ്പെട്ട ഗതിവിഗതികൾക്ക് അനുസൃതമായി ആടിയുലഞ്ഞ് കേസന്വേഷണത്തിന്റെ ചുരുളഴിയാത്ത വിഴുപ്പ് പാണ്ഡവുമായി മാർട്ടിനും റൊണാൾഡും നിശബ്ദതയെ കൂട്ടുപിടിച്ച് ഫെറോ ഐലൻഡിലേക്ക്. മാർട്ടിൻ സദാസമയവും മാതിയിലാണ്. എന്നാൽ റൊണാൾഡ് ആകട്ടെ നേരെ മറിച്ചു. റൊണാൾഡിന്റെ മൗനമാണ് മാർട്ടിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. പക്ഷേ അയാൾ അത്തരം സ്വഭാവ പ്രകൃതക്കാരനാണെന്ന് മാർട്ടിന് ഇതിനോടകം തന്നെ നന്നായി മനസ്സിലാക്കിയിരുന്നു. എന്നിരുന്നാലും അസ്വസ്ഥാചിത്തനായ മാർട്ടിൻ റൊണാൾഡിന്റെ മുറിയിലേക്ക് അയാളുടെ മുറിയിൽ നിന്നും ചെന്ന് കയറി. കപ്പൽ ആടിയുലയുന്നതൊന്നും അയാളെ അലട്ടിയില്ല. പകരം ഫെറോ നിവാസികളെക്കുറിച്ചുള്ള ചിന്തകൾ അയാളെ പിടിച്ചു വലച്ചു. റൊണാൾഡിന്റെ വാതിലിന്റെ നേർക്ക് നിന്ന് മാർട്ടിൻ കതകിൽ തട്ടി. ഒറ്റത്തവണയെ കതകിൽ മുട്ടേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും റൊണാൾഡ് വാതിൽ തുറന്നു. റൊണാൾഡ് പറഞ്ഞു, എനിക്കറിയാം താങ്കൾ വരുമെന്ന്. എന്നും മന്ദസ്മിതം തൂകി അയാൾ പറഞ്ഞു. എങ്കിൽ പിന്നെ അങ്ങോട്ട് വരാമായിരുന്നില്ല എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് മാർട്ടിൻ റൊണാൾഡിന്റെ മുറിയിലേക്ക് പ്രവേശിച്ചു. റൊണാൾഡ് പറഞ്ഞു, ഇന്നെന്താണ് നിങ്ങളുടെ പരിഭ്രമം? ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. തന്നെ കളിയാക്കിയതാണോ എന്ന് മാർട്ടിന് തോന്നി. മാർട്ടിൻ പറഞ്ഞു, എന്താണ് അടുത്ത പടി? നാം എന്താണ് അവിടെ പോയി അന്വേഷിക്കുക? എങ്ങനെയാണ് പെസോസുവിന്റെ കള്ളത്തരം കണ്ടുപിടിക്കുക?
അതെല്ലാം ഓർത്തപ്പോൾ ഉറക്കം വന്നില്ല. അതുകൊണ്ട് വന്ന് എന്ന് മാത്രം അയാൾ പറഞ്ഞു നിർത്തി. റൊണാൾഡോ പറഞ്ഞു, എനിക്കും അവയെല്ലാം അജ്ഞാതമാണ്. തുടർന്ന് എന്തു പറയണമെന്നറിയാതെ അവർ രണ്ടുപേരും മിണ്ടാതെ എങ്ങോട്ടോ നോക്കിയിരുന്നു. എത്ര നേരം അവരിരുവരും അങ്ങനെ ഇരുന്നു എന്നറിയില്ല. റൊണാൾഡോ ആ നിശബ്ദതയെ ഭേദിച്ചു. റൊണാൾഡോ പറഞ്ഞു, എനിക്ക് ക്ഷീണം തോന്നുന്നു, ഞാൻ അല്പം വിശ്രമിക്കട്ടെ. എന്ത് പറയണമെന്നറിയാതെ മാർട്ടിൻ ആ മുറിയിൽ നിന്നും ഇറങ്ങി തൻ്റെ സ്വന്തം കിടപ്പറ ലക്ഷ്യം വെച്ച് നടന്നു. അടുത്ത പ്രഭാതം 9 മണി. കപ്പൽ എന്തിലോ തട്ടുന്നതുപോലെ തോന്നി. ഞെട്ടിയുണർന്ന മാർട്ടിൻ തൻ്റെ മുറിയിലെ ജനാലത്തുണി മാറ്റി നോക്കിയപ്പോൾ കണ്ടത് കരയോടെടുക്കുന്ന കപ്പലാണ്. എന്തെന്നില്ലാത്ത സന്തോഷത്തോടെയാണ് അയാൾ ഉണർന്നെഴുന്നേറ്റത്. റൊണാൾഡോ നേരത്തെ തന്നെ തയ്യാറായി ഇരിക്കുന്നുണ്ടായിരുന്നു. മാർട്ടിൻ കൂടി തയ്യാറായതും ഇരുവരും കൂടി കരയിലേക്ക് ഇറങ്ങാനുള്ള ഒരുക്കങ്ങളിലായി. വാർഷിക ആഘോഷമായ തിമിംഗലവേട്ട കഴിഞ്ഞതിൻ്റെ സകല ലക്ഷണവും അവിടെ പ്രകടമായിരുന്നു. കരയോട് ചേർന്ന കടൽ മുഴുവനും രക്തക്കറ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നങ്കൂരമിട്ട കപ്പൽ ചെന്നു കയറുന്നത് കരയിൽ തന്നെ ഇരുന്ന് തങ്ങൾ പിടിച്ച തിമിംഗലങ്ങളെ ചുട്ടു തിന്നുന്നവരുടെ ഇടയിലേക്കാണ്. ഇതെന്തൊരു പ്രാകൃത ലോകം എന്നും മാർട്ടിൻ ചിന്തിച്ചു. എന്നാൽ അത് അവരുടെ ദിനചര്യയില്ലെന്നും വർഷാവർഷം തോറും നടത്തുന്ന വെറുമൊരു ആഘോഷം മാത്രമാണെന്നും റൊണാൾഡോ അയാൾക്ക് പറഞ്ഞു കൊടുത്തു. എന്തൊക്കെയായാലും മാർട്ടിന് മൊത്തത്തിൽ ആ ഗോത്രവർഗ രീതി തീരെ ഇഷ്ടപ്പെട്ടില്ല. താമസ സ്ഥലത്ത് ചെന്ന് കേസ് അന്വേഷണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിൽ രണ്ടാളും പുറപ്പെട്ടിറങ്ങി. ആദ്യം അന്വേഷണം തുടങ്ങുന്നത് മരണപ്പെട്ട യുവതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലാണ്. അവരുടെ ഭർത്താവ് ജോലി ചെയ്തിരുന്ന സ്ഥാപന ഉടമ ഫെറോ ഐലൻഡിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു എന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങോട്ടെത്തിയത് പോലും. ബെസോസുവിനോളം ഇല്ലെങ്കിലും അയാളും ഒരു വ്യവസായ പ്രമുഖൻ തന്നെ. അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് മാർട്ടിൻ. ബെസോസുവിൻ്റെ വരവ് പോക്കുകൾ അന്വേഷിക്കാൻ റൊണാൾഡോ. അത്തരത്തിൽ ഇരുവരും രണ്ടു വഴിക്ക് അന്വേഷണവുമായി വേർപിരിഞ്ഞു. ഏകദേശം വൈകുന്നേരം വരെയും ചുറ്റിത്തിരിഞ്ഞ രണ്ടാളും യാദൃച്ഛിക ചെന്നെത്തിപ്പെട്ടത് ഒരു ഭക്ഷണശാലയിലാണ്. വൈകുന്നേരം പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മാത്രമാണ് അവർ അത്ഭുതപ്പെട്ടത്. വയലൻ എന്ന പേരുള്ള റെസ്റ്റോറൻറ്റ്. വയലൻ എന്ന ഐറിഷ് വാക്കിനർത്ഥം റെസ്റ്റോറൻറ്റ് അഥവാ ഭക്ഷണശാല. അവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ ദിവസവും ഒരേ ഒരു മണിക്കൂർ മാത്രമേ വലയെ തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ. ഇന്നത്തെ ആ സമയപരിധി അവസാനിച്ചിരിക്കുന്നു. ഈ നാളെയെ തുറക്കുകയുള്ളൂ. തുറന്നു പ്രവർത്തിക്കുന്ന ഒരു മണിക്കൂറിലേക്ക് നേരത്തെ തന്നെ ബുക്കിംഗ് ചെയ്തവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ലോകത്തിലെ തന്നെ വൻകിട വ്യവസായികളുടെ പണമിടപാടുകളുടെ കേന്ദ്രമാണ് വയലൻ. എന്തായാലും അടുത്ത ദിവസം വരെയും കേസന്വേഷണം തുടരാൻ സാധ്യമല്ല. ഇരുവരും തങ്ങളുടെ അവസാനഘട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ സന്തോഷത്തിൽ തങ്ങളുടെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. വയലനിലേക്കുള്ള പാസ് കിട്ടാൻ അത്ര എളുപ്പമായിരുന്നില്ല. എന്നാൽ മോർട്ടിമർ വഴി റൊണാൾഡും മാർട്ടിനും അക്കാര്യം സാധിച്ചെടുത്തു. അങ്ങനെ അടുത്ത പുലരിയിൽ തന്നെ വയലൻ എന്ന റെസ്റ്റോറൻറ്റ് അവരുടെ മനോവൃത്തത്തിൽ തെളിഞ്ഞു. അന്നത്തെ അവരുടെ പ്രവൃത്തി സമയം വൈകുന്നേരം 8 മുതൽ 9 വരെയാണ്. ആയതിനാൽ നേരം കടന്നു പോകാൻ അവർ നന്നേ കഷ്ടപ്പെട്ടു. ഏകദേശം 7 മണി കഴിഞ്ഞപ്പോൾ തന്നെ മാർട്ടിൻ വല്ലാതെ ഉന്മേഷവാനായി. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആദ്യമായി താൻ ഒരു വലിയ കേസ് അന്വേഷണത്തിൽ ഭാഗമായതിൻ്റെ സകല സന്തോഷവും ഉത്സാഹവും അയാളുടെ മുഖത്ത് കാണാം. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കോട്ട് പാൻ്റെല്ലാം ധരിച്ച് തയ്യാറായ മാർട്ടിൻ നേരെ റൊണാൾഡിൻ്റെ മുറിയിലേക്ക് പ്രവേശിച്ചു. റൊണാൾഡോ ഒരു ചെറിയ മന്ദസ്മിതം തൂകി മാർട്ടിനോട് ചോദിച്ചു, ഹലോ മിസ്റ്റർ കസിൻ, ഇന്ന് താങ്കൾ അത്യധികം സന്തോഷവാനാണല്ലോ. നേരത്തെ തന്നെ പോകാൻ തയ്യാറായോ സുഹൃത്തെ? റൊണാൾഡും തെല്ലൊരു ഉത്സാഹത്തിലാണ്. എന്നിരുന്നാലും മാർട്ടിൻ്റെ അത്രയും പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. മാർട്ടിൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു ദിവസമാണെന്ന്. ഞാൻ ആദ്യമായാണ് ഇത്രയും പ്രമാദമായൊരു കേസന്വേഷണം തെളിയിക്കാൻ പോകുന്നത്. അത് കേട്ട് റൊണാൾഡോ പറഞ്ഞു, ആഹാ കൊള്ളാമല്ലോ. തെളിയുമെന്ന് താങ്കൾ തീരുമാനിച്ചുറപ്പിച്ചോ? ആ ചോദ്യം നിമിഷ നേരത്തേക്ക് മാർട്ടിനെ സംശയത്തിൻ്റെ നിഴലിലാക്കി. മാർട്ടിൻ പറഞ്ഞു, ഇല്ലേ. ചിരിച്ചുകൊണ്ട് റൊണാൾഡോ പറഞ്ഞു, താങ്കളുടെ ആത്മവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കൂ. നമ്മളിന്ന് വിജയിക്കും. 8 മണിയോടടുത്തപ്പോൾ അവർ രണ്ടാളും കൂടി വയലൻ ലക്ഷ്യം വെച്ച് യാത്ര തുടങ്ങി. അതിനു മുമ്പിൽ ചെന്ന് നിന്ന് അവർ പരസ്പരം നോക്കി. അമ്പരചുംബിയായ കെട്ടിടം. ഉള്ളിൽ നിന്നും ഘനഗാംഭീര്യ സ്വരത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. ലൈവ് സംഗീതമാണ്. റെക്കോർഡ് വെച്ചതല്ല. ലോകത്തിലെ തന്നെ 1-ാം നമ്പർ പോപ്പ് ഗായികയുടെ നിലവിളി സംഗീതമാണ്. എന്നാൽ പ്രേക്ഷക ആരവങ്ങളൊന്നും തന്നെ കേൾക്കാനില്ല. 2 ജിറാഫിനെ മേൽക്കുമേൽ നിർത്തിയാൽ വരുന്നത്രയും ഉയരമുണ്ട് ആ കൂറ്റൻ റെസ്റ്റോറൻറ്റിൻ്റെ കവാടത്തിന്. അത്രയും പൊക്കത്തിലുള്ള കവാടം അവർ രണ്ടാളും നാളിതുവരെ കണ്ടിട്ടില്ല. കവാട വീതി ഒരു ആനയെ ചരിച്ചു കിടത്തിയാൽ ഉള്ള അത്രയുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു 2-3 വാഹനങ്ങൾ ഒന്നിച്ചു ഓടിച്ചു കയറ്റാൻ പറ്റും വിധമുള്ള വലിപ്പമുള്ള കവാടം. വാതിലിൻ്റെ പകുതിയിലേറെയും വിവിധ വർണ്ണങ്ങളിലുള്ള ചില്ലുകളാൽ അലങ്കൃതമാണ്. അവയിലധികവും ചുവപ്പ്, നീല, മഞ്ഞ എന്നീ നിറങ്ങളാണ്. പഴയ യൂറോപ്യൻ ക്രിസ്തീയ ദേവാലയങ്ങളോട് ഉപമിക്കാവുന്ന രീതിയിലുള്ള ചില്ലുജനാലകളും 7 നിലകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന വയലൻ എന്ന വാക്ക് കേട്ടാൽ ആരും ആദ്യം ഓർക്കുക ഈ റെസ്റ്റോറൻറ്റിൻ്റെ ബാഹ്യ സൗന്ദര്യമായിരിക്കുമെന്ന് അവർക്ക് തോന്നി. റൊണാൾഡോ മാർട്ടിനും കൂടി അകത്തേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്.
കെട്ടിടത്തിൽ നിന്നും ഏകദേശം ഒരു 4-5 അടി മുന്നിലേക്ക് പ്രധാന പാതയിലേക്ക് നീണ്ട് സ്റ്റീൽ നിർമ്മിതമായ മനോഹര ചിത്രപ്പണികളോടുകൂടിയ മെലിഞ്ഞ അതിർ വരമ്പുകളിൽ മുഴുവനും പട്ടിനാൽ നിർമ്മിതമായ ചുവന്ന നാടകൾ കെട്ടി അതിർത്തി വേർതിരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് അടുത്തതും മാന്യവസ്ത്രധാരികളായ സെക്യൂരിറ്റി അംഗങ്ങൾ അവരെ തടഞ്ഞു. കാഴ്ചയിൽ ജെയിംസ് ബോണ്ട് ആണെങ്കിലും സ്വഭാവത്തിൽ ഷ്വാർസ്നെഗർ ആണെന്ന് തോന്നിപ്പിക്കും വിധം അതിലൊരാൾ പാസ് എന്നവരെ തടഞ്ഞു നിർത്തി കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിച്ചു. റൊണാൾഡോ ഉടൻ തന്നെ അയാളുടെ കൈവശമുള്ള ഫോണെടുത്ത് തനിക്ക് വന്ന സന്ദേശം അയാൾക്ക് നേരെ കാണിച്ചു. അത് കണ്ടതും ഒരു മന്ദസ്മിതം പോലും തൂവാതെ മരപ്പാവകളെ പോലെ അവർ റൊണാൾഡിനോടും മാർട്ടിനോടും ഉള്ളിലേക്ക് കടക്കാൻ ആംഗ്യം കാണിച്ചു. അകത്തേക്ക് പ്രവേശിച്ചതും അവർ കണ്ടത് മറ്റൊരു ലോകമായിരുന്നു. താഴത്തെ നില ശ്മശാനമുഖം. സ്വീകരണ മുഖവുമായി ഒരു സ്ത്രീ ഇരിക്കുന്നു. ചെറിയ ചുവന്ന കുഞ്ഞുടുപ്പ് വൃത്തിയായി ധരിച്ച് അതിൽ ചുളിവുകളൊന്നും തന്നെ വരാത്ത വിധം അവർ സൂക്ഷിച്ചിട്ടുണ്ട്. കഴുത്തിൽ വെളുപ്പും കറുപ്പും നിറഞ്ഞ ഒരു പൂമ്പാറ്റ ധരിച്ചിരിക്കുന്നു. ഇവരെ കണ്ടതും അവൾ സൗഹൃദപൂർവ്വം ഇരു കൈകളും നീട്ടി പാസ് എന്ന് അവളും പറഞ്ഞു. റൊണാൾഡിന്റെ കൈവശമുള്ള പാസ് പരിശോധിച്ച ശേഷം 7th ഫ്ലോർ എന്ന് പറഞ്ഞ് അവരെ ആനയിച്ചു കൊണ്ടുപോകാൻ മറ്റൊരു സുന്ദരിയെ ഏൽപ്പിച്ചു. അവൾ തൻ്റെ കൈത്തണ്ടയിലുള്ള വാച്ചിൽ എന്തോ ടൈപ്പ് ചെയ്തതും മറ്റു 4 സുന്ദരിമാർ കൂടി അവിടേക്ക് കടന്നു വന്നു. റൊണാൾഡും മാർട്ടിനും തങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ലൗകിക സുഖങ്ങൾ അനുഭവിക്കുന്നതായി അവർക്ക് തോന്നി. 5 സുന്ദരികളും വെളുത്ത തുടയോളം ഇറക്കമുള്ള അല്പവസ്ത്രധാരികളാണ്. ആരെയും മോഹിപ്പിക്കും വിധം സുന്ദരികളുമാണ്. തങ്ങളുടെ ഉദ്യമം മറന്നു പോകാതിരിക്കാൻ റൊണാൾഡോ മാർട്ടിനെ നോക്കി തല ഇരുവശങ്ങളിലേക്കും ചലിപ്പിച്ചു. മാർട്ടിന് അത് മനസ്സിലാവുകയും ചെയ്തു. അവരുടെ യാത്ര 7ാം നിലയിൽ അവസാനിച്ചു. അവിടെ ആളൊഴിഞ്ഞൊരു തീന്മേശ മാത്രമാണ് അവർക്ക് കാണാൻ സാധിച്ചത്. 2 പേർക്ക് മാത്രം ഇരിക്കാൻ വലിപ്പമുള്ള ഒരു വൃത്താകൃതിയിലുള്ള മേശ. എന്നാൽ അവ പൂർണ്ണമായും സ്വർണവും വജ്രവും കൊണ്ട് നിർമ്മിതമായവ. അവയിലിരിക്കുന്ന പാത്രങ്ങളും സ്വർണ്ണത്തളികകൾ. അവർ നിശബ്ദമായ ആ തീന്മേശയ്ക്ക് ചുറ്റിലും ഇരുന്നു. അല്പനേരത്തിന് ശേഷം മറ്റൊരു സുന്ദരി അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് എന്താണ് വേണ്ടതെന്ന് ആരായാൻ റൊണാൾഡോ നേരെ പറഞ്ഞു, ഞങ്ങൾക്ക് ബയലൻ്റെ ഉടമസ്ഥനെ കാണണം. അതും തികച്ചും അസാധ്യമാണെന്ന് പരിചാരിക അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ മോർട്ടിമർ പറഞ്ഞു വന്നതാണെന്ന് റൊണാൾഡോ പറഞ്ഞപ്പോൾ അവൾ മാനേജർ സ്ത്രീയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് സ്ഥലം കാലിയാക്കി. അല്പസമയത്തിന് ശേഷം അവരുടെ മാനേജർ അവിടെ എത്തി. മെലിഞ്ഞു നീണ്ട കൈവിരലുകളോട് കൂടിയ ഒരു ചെറുപ്പക്കാരി. മെലിഞ്ഞ നീണ്ട മുഖം, വെളുത്ത ശരീരം, തിളങ്ങുന്ന ചെറിയ കണ്ണുകൾ, പക്ഷേ പുരുഷമായ ശബ്ദം. അവർ റൊണാൾഡിന് നേരെ നോക്കി പറഞ്ഞു, താങ്കളുടെ ആ ആഗ്രഹത്തെ ഞങ്ങൾ മാനിക്കുന്നു. പക്ഷേ മിസ്സിസ് ബ്ലാക്കാഷ് സാധാരണഗതിയിൽ ആരെയും കാണാൻ സമ്മതിക്കാറില്ല. ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ലഭ്യമായ വസ്തുക്കൾ ഭക്ഷിച്ച് ക്ലോസിംഗ് സമയമാവുമ്പോഴേക്കും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് ഒരുതരം താക്കീതാണെന്ന് അവർക്ക് മനസ്സിലായി. എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് അവരുടെ ഉടമസ്ഥയെ കണ്ട ശേഷമേ മടങ്ങുമെന്ന് അവർ ശഠിച്ചു. ഗത്യന്തരമില്ലാതെ മാനേജർ സ്ത്രീക്ക് അതിന് വഴങ്ങേണ്ടി വന്നു. പക്ഷേ ബയലൻ അടച്ച ശേഷമേ അവർ ഇങ്ങോട്ട് വരികയുള്ളൂ എന്നും അറിയിച്ചു. പ്രതീക്ഷയുടെ ഒരു അരമണിക്കൂർ കൂടി അവർ ക്ഷമിച്ചിരിക്കാൻ തീരുമാനിച്ചു. അവരുടെ മനസ്സിലൂടെ ആ സ്ത്രീരൂപം പല വേഷത്തിൽ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. വെളുത്ത, കറുത്ത, തടിച്ച, മെലിഞ്ഞ, ചെറുപ്പം, മധ്യവയസ്ക, അങ്ങനെ പല പല രൂപത്തിൽ. അവർ രണ്ടാളും ആ സ്ത്രീക്കായി കാത്തിരുന്നു. നേരം രാത്രിയുടെ യാമങ്ങളിലേക്ക് ഊഴ്ന്നിറങ്ങി. സമയം 9 മണിയോടടുക്കുന്നു. മാർട്ടിൻ പറഞ്ഞു, നമ്മൾ എത്ര നേരമായി അവരെ കാത്തിരിക്കുന്നു. എന്താണ് അവർക്ക് ഇത്ര അഹങ്കാരം? അത് കേട്ട് റൊണാൾഡോ പറഞ്ഞു, ഒരു ദിവസമെന്നല്ല, ഒരു മാസം മുഴുവനും കാത്തിരിക്കേണ്ടി വന്നാലും അവരെ കണ്ട് ഇന്ന് നമ്മൾ മടങ്ങും. അവർ തമ്മിൽ സ്വരം താഴ്ത്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാലടി ശബ്ദം അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. സാക്ഷാൽ മിസ്സിസ് ബ്ലാക്കാഷ്. വെളുപ്പിനുമപ്പുറം പിങ്ക് കലർന്ന് ചുടുചോരയുടെ നിറമുള്ള ഐറിഷ് സ്ത്രീ. പ്രായം ഏകദേശം 70 കടന്നിട്ടുണ്ട്. ചുക്കിച്ചുളിഞ്ഞ തൊലി കവളിൽ തൂങ്ങിക്കിടക്കുന്നു. കറുത്ത വലയങ്ങളുള്ള വലിയ വട്ടക്കണ്ണട. നെറ്റിത്തടത്തിൽ നീണ്ട 4-5 വരകൾ പോലെ ചർമ്മം മടക്കുകൾ സൃഷ്ടിച്ചിരിക്കുന്നു. വായിൽ പല്ലുകളില്ല എന്നത് വ്യക്തമാക്കും വിധം കവിളലുകൾ ഉന്തി നിൽക്കുന്നു. നീണ്ട വയസ്സൻ കൈവിരലുകളിൽ ചുവന്ന നെയിൽ പോളിഷ് തേച്ചു വച്ചിട്ടുണ്ട്. നേർത്ത വര പോലെയുള്ള ചുണ്ടുകളിലും ചായം പൂശിയിട്ടുണ്ട്. വെളുപ്പും നാമമാത്രം കറുപ്പു ചേർന്ന പട്ടുപോലെ മൃദുലമായ തലമുടി ഭംഗിയായി കെട്ടിവച്ചിരിക്കുന്നു. പുഴയുടെ ഓളങ്ങൾ പോലെ അവ സുന്ദരമാണ്. ഇടത്തെ കൈവിരലിൽ ഒരു വലിയ ഗോമേതക കല്ല് വെച്ച് മോതിരമുണ്ട്. ചൂണ്ടുവിരലിൽ അവ ആജ്ഞാശക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. വലത് കൈയാൽ ഒരു ഊന്നുവടി പിടിച്ചിട്ടുണ്ട്. എന്നാൽ തീരെ വളഞ്ഞു കുത്തിയല്ല അവർ നടക്കുന്നത്. എങ്കിലും ആ ഊന്നുവടി പഴയകാല പ്രൗഢി വിളിച്ചോതുന്ന ഒരു രാജകീയ അലങ്കാരമാണ്. നിലം തൊട്ടു തഴുകുന്ന നീണ്ട ഗൗൺ വെളുപ്പും ചുവപ്പും കലർന്ന നിറത്തിൽ പ്രൗഢഗംഭീരമായി അവരെ അലങ്കരിക്കുന്നു. കാതിൽ തൂങ്ങിയാടുന്ന വെള്ളിക്കമ്മൽ ചെവിയുടെ നേർത്ത ഭാഗം മൂഞ്ഞാലാടാൻ വിധം തൂങ്ങിയിട്ടുണ്ട്. എങ്കിലും അവരുടെ തല ഉയർത്തിയുള്ള നടുപ്പും മുഖത്തെ ഭാവവും കണ്ടാൽ 30-ൽ നടക്കുന്ന ക്ഷുഭിത യൗവനമെന്നേ ആരും പറയൂ.
അത്രയ്ക്കും നിശ്ചയദാർഢ്യം അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതാണ് മിസ്സിസ് ബ്ലാക്ക് ആഷ്. എന്തുകൊണ്ടാണെന്നറിയില്ല, അവരെ കണ്ടതും അത്യധികം ആശ്ചര്യത്തോടെയും ആദരവോടെയും കൂടി റൊണാൾഡോ എഴുന്നേറ്റു. മാർട്ടിൻ പുറകുവശത്തുകൂടി വന്നതിനാൽ അയാൾ അവരെ നേരിട്ട് കണ്ടില്ല. പക്ഷേ റൊണാൾഡോ എഴുന്നേൽക്കുന്നത് കണ്ട മാർട്ടിൻ ഉടൻ തന്നെ പിറകിലോട്ട് നോക്കി. എന്നിട്ട് ചാടി എഴുന്നേറ്റു. ഒറ്റ നോട്ടത്തിൽ ആദരണീയ വ്യക്തിത്വമെന്ന് തോന്നിക്കുന്ന അവരെ ഇമചിമ്മാതെ അവർ രണ്ടാളും നോക്കി നിന്നു. അല്പസമയത്തിന് ശേഷം, ഞാൻ മിസ്സിസ് ബ്ലാക്ക് ആഷ്. നിങ്ങൾക്കെന്നെ നേരിട്ട് കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചതിൽ നന്ദി. എന്താണ് പറയാനുള്ളത്, പറയൂ. ഇത്രയും നേർമയുള്ള ബഹുമാനപൂർവ്വമുള്ള ഒരു വൃദ്ധയെയല്ല അവർ പ്രതീക്ഷിച്ചത്. എങ്കിലും ഇതൊരു ചതുക്കുഴിയാണെന്ന് റൊണാൾഡിന് തോന്നി. റൊണാൾഡോ പറഞ്ഞു, പറയാനല്ല, ചോദിക്കാനാണുള്ളത്. ഒട്ടും പ്രകോപിതയാകാതെ അവർ മറുപടി പറഞ്ഞു. മിസ്സിസ് പറഞ്ഞു, ചോദിച്ചോളൂ, അറിയുന്ന മറുപടി തരാം. റൊണാൾഡോ ചോദിച്ചു, നിങ്ങളാണോ ശരിക്കും മിസ്സിസ് ബ്ലാക്ക് ആഷ്? ഒന്ന് ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, അതെ. അല്ല എന്ന് തെളിയിക്കാൻ നിങ്ങളെ എന്നെ മുൻപ് കണ്ടിട്ടില്ലല്ലോ. റൊണാൾഡോ പറഞ്ഞു, നിങ്ങൾ ഉന്നതരുമായി എന്താണ് ബന്ധം? എങ്ങനെ അവരെ പരിചയപ്പെട്ടു? അത് കേട്ട മിസ്സിസ് പറഞ്ഞു, പഴയ രാജകുടുംബമാണ് ഞങ്ങളുടേത്, ഒരുപാട് പരിചയങ്ങൾ കാണും. വീണ്ടും റൊണാൾഡോ ചോദിച്ചു, എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്? അത് കേട്ട മിസ്സിസ് പറഞ്ഞു, ഇടയ്ക്കെങ്കിലും അവരെ നേരിട്ട് കാണണമെന്ന് തോന്നിയാൽ ഇവിടെ ഒത്തുകൂടിയാൽ മതിയല്ലോ. എനിക്ക് ദൂരദേശയാത്ര സാധ്യമല്ല. അത് കേട്ട റൊണാൾഡോ ചോദിച്ചു, അതിന് നിങ്ങൾക്ക് സ്വന്തം റെസ്റ്റോറൻറ്റ് വേണോ? ഉടനെ മിസ്സിസ് പറഞ്ഞു, താങ്കൾ ഉദ്ദേശിക്കുന്ന മറുപടി അല്ലല്ലോ ഞാൻ തരിക, എൻ്റെ മനസാക്ഷിക്ക് തോന്നിയതല്ലേ പറയുക. വീണ്ടും റൊണാൾഡോ ചോദിച്ചു, നോക്കൂ മിസ്സിസ്, ഞാൻ നിങ്ങളുടെ പ്രായത്തെ ബഹുമാനിക്കുന്നു. നിങ്ങൾ സത്യസന്ധമായ മറുപടി പറയൂ. നിങ്ങൾ ആരാണ്? ആരുടേതാണ് ഈ റെസ്റ്റോറൻറ്റ്? മിസ്സിസ് വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ വേണ്ട. വീണ്ടും റൊണാൾഡോ ചോദിച്ചു, ഇവിടെ വന്ന ചില വ്യക്തികളുടെ ദുരൂഹ മരണവുമായി നിങ്ങൾക്ക് എന്താണ് ഇടപാട്? വീണ്ടും മിസ്സിസ് പറഞ്ഞു, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന വ്യക്തികൾ ആരെന്ന് എനിക്കറിവില്ല, അന്വേഷിക്കാറുമില്ല. ചില വ്യവസായികളെ എനിക്കറിയാം, അവരെ വല്ലപ്പോഴും കാണാറുണ്ടെന്നതിനപ്പുറം എനിക്കൊന്നും അറിവില്ല. അത് കേട്ട് റൊണാൾഡോ പറഞ്ഞു, നിങ്ങൾ വെറുതെ ഞങ്ങളുടെ വിലപ്പെട്ട സമയം കളയരുത്. ദയവ് ചെയ്ത് അന്വേഷണത്തിൽ സഹകരിക്കൂ. മിസ്സിസ് പറഞ്ഞു, സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ്. റൊണാൾഡോ പറഞ്ഞു, എന്നെ ക്ഷോഭിപ്പിക്കരുത്. ഇവിടെ നിന്നും ഏറ്റവും സ്പെഷ്യൽ വിഭവം കഴിച്ച എല്ലാ ധനാഢ്യന്മാരുടെയും തൊഴിലാളികളിൽ ഒരാൾ വീതം മരണപ്പെട്ടിട്ടുണ്ട്, അതും അതിക്രൂരമായി. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? മിസ്സിസ് പറഞ്ഞു, ഇതിൽ എനിക്കെന്ത് ബന്ധം? ആരോ വരുന്നു, കഴിക്കുന്നു, പോകുന്നു. അവരുടെയൊക്കെ പരിചാരകരുമായി എനിക്കെന്ത് ബന്ധം? നിങ്ങൾ തന്നെ ഒന്ന് ഓർത്തു നോക്ക്. നിങ്ങൾ ഒരാളെ കാണുന്നു, അയാൾക്ക് അറിവുള്ള ഒരാൾ മരണപ്പെടുന്നു, അതിന് നിങ്ങളെന്ത് പറയും? അത് കേട്ട റൊണാൾഡോ പറഞ്ഞു, വെറും പരിചയമല്ലല്ലോ, അവർ കാണാതാവുന്ന തലേ ദിവസം ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചവരാണ്. അപ്പോഴോ? മിസ്സിസ് പറഞ്ഞു, ഇതിന് മറുപടി ഞാനും പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ആരെല്ലാം വരുന്നു, പോകുന്നു, എനിക്കെല്ലാവരെയും അറിയുമോ? നോക്കൂ മിസ്റ്റർ, നിങ്ങൾ പോലും എന്നെ ഇങ്ങോട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമല്ലേ നാം തമ്മിൽ ഇപ്പോൾ സംവദിക്കുന്നത്? ഇല്ലായിരുന്നെങ്കിലോ? ഏത് വിധേന ചോദ്യം ചെയ്താലും അവർ ഉരുക്കുപോലെ നിന്നു. റൊണാൾഡോ മാർട്ടിനും അവരുമായുള്ള ചോദ്യോത്തരകളി 2 മണിക്കൂറോളം തുടർന്നു. അവർ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. പെട്ടെന്ന് മാർട്ടിൻ ഒരു ചോദ്യം ചോദിച്ചു, ശരി, എന്താണ് ഇവിടുത്തെ സ്പെഷ്യൽ വിഭവം? ഇത്രയും വിലയേറി എന്താണ് നിങ്ങൾ വിളമ്പുന്നത്? പെട്ടെന്ന് എന്തെന്നില്ലാത്ത അങ്കലാപ്പ് അവരുടെ മുഖത്ത് മിന്നിമറഞ്ഞു. അവർ പറഞ്ഞു, അത് ഞങ്ങളുടെ ഷെഫാണ് തയ്യാറാക്കുന്നത്. അതിൽ നിന്നും റൊണാൾഡോ പിടിച്ചു കയറി. റൊണാൾഡോ ചോദിച്ചു, വഹിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചത്, ആരാണെന്നോ എങ്ങനെയാണെന്നോ അല്ല. മിസ്സിസ് പറഞ്ഞു, അത് ഞങ്ങളുടെ സീക്രട്ട് ചേരുവകൾ ചേർത്ത വിഭവമാണ്. റൊണാൾഡോ വീണ്ടും ചോദിച്ചു, ആ വിഭവം എന്താണ്? ഞങ്ങൾ അപ്പുറത്തുള്ള റെസ്റ്റോറൻറ്റ് നടത്തിപ്പുകാരല്ല, പോലീസ് ഉദ്യോഗസ്ഥരാണ്. അത് കേട്ട മിസ്സിസ് പറഞ്ഞു, അത് പറയാൻ എനിക്ക് നിർവാഹമില്ല. വീണ്ടും റൊണാൾഡോ ചോദിച്ചു, എങ്കിൽ വരൂ, നമുക്ക് പോലീസ് കസ്റ്റഡിയിൽ പോയി സംസാരം തുടരാം. ഇത്തവണ നിങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ല. അപ്പോൾ മിസ്സിസ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും സാധ്യമല്ല. അതുവരെ സൗമ്യമായിരുന്ന സംവാദം തർക്കത്തിലേക്ക് കടന്നു. റൊണാൾഡോ പറഞ്ഞു, ഓഹോ, അത്രയ്ക്ക് ധൈര്യമുണ്ടോ? മിസ്സിസ് പറഞ്ഞു, തീർച്ചയായും. നിങ്ങൾ ഇതുവരെ കണ്ടത് എൻ്റെ ഒരേ ഒരു മുഖം മാത്രം. ഇനിയും ചോദ്യങ്ങൾ തുടരാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, അല്ലെങ്കിൽ അടുത്തത് നിങ്ങളാവും, സൂക്ഷിക്കുക. അത് കേട്ട റൊണാൾഡോ ചോദിച്ചു, എന്താ ഭീഷണിയാണോ? തട്ടിക്കളയുമെന്ന്? മിസ്സിസ് പറഞ്ഞു, തട്ടിക്കളയുമെന്നല്ല, തിന്നു തീർക്കുമെന്ന്. അത് പറഞ്ഞതും ആ 4 ദിക്ക് പ്രകമ്പനം കൊള്ളും വിധം അട്ടഹസിക്കാൻ തുടങ്ങി. മിസ്സിസ് പറഞ്ഞു, എടോ വിഡ്ഢി, എന്ത് തെളിവുണ്ടായിട്ടാണ് നിങ്ങൾ എനിക്ക് നേരെ സംശയം ഉന്നയിക്കുന്നത്? ഇനി ഞാനായിട്ട് തന്നെ പറയാം, കേൾക്കുക. ഇവിടുത്തെ വിലയേറിയ വിഭവം മനുഷ്യമാംസം. ഇനിയും ഞങ്ങളത് വിളമ്പും. നാളേക്കുള്ള വിഭവം നിങ്ങളാണ്. അവർ പിന്നെയും ചിരി തുടർന്നു. അത് കേട്ട റൊണാൾഡോ പറഞ്ഞു, ആയിരിക്കാം. നാളേക്ക് നിങ്ങളുടെ അതിഥികൾ ഇപ്പോഴേ ബുക്കിംഗ് കഴിഞ്ഞ് കാണും. പക്ഷേ നാളെ ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ കാണില്ല. നിങ്ങൾ എന്ത് കരുതി? ഞങ്ങളുടെ ഷർട്ടിലെ ബട്ടൺ കണ്ടോ? 7ഉം 8ഉം ക്യാമറകളാണ്. ഓരോന്നും ലോകത്തിലെ പല ഹെഡ്ക്വാർട്ടേഴ്സിലിരുന്ന് പോലീസ് മേധാവികളും ഭരണകൂട തലവന്മാരും തത്സമയം കാണുന്നുണ്ട്.
ഞങ്ങളെ ബലി കൊടുക്കേണ്ടി വന്നാലും തെളിവുകൾ നിങ്ങൾക്കെതിരെ ശേഖരിച്ചിട്ടുണ്ട്. മിസ്സിസ് ബ്ലാക്കാഷ് പരിഭ്രമത്തോടെ തുടർന്നു. അപ്പോഴും എന്നെ രക്ഷിക്കാൻ അവൻ വരും. യെസൂസുവിനെ കുറിച്ചാണ് ഇവർ പറയുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. ഇത്തവണ അത് സാധ്യമല്ലെന്ന് റൊണാൾഡ് പറഞ്ഞു. അവരെ കൈവിലങ്ങ് വയ്ക്കാൻ അയാൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. അവർ സന്തോഷത്തോടെ പൂർവ്വം സമ്മതിച്ചു. മിസ്സിസ് പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെടില്ല റൊണാൾഡ്, നിങ്ങളും മാർട്ടിനും. മിസ്സിസ് രണ്ടുപേരെയും ചൂണ്ടിക്കൊണ്ട് തൻ്റെ ഗോമേതക കല്ല് വച്ച് വിരൽ നീട്ടി. അപ്പോഴേക്കും റെസ്റ്റോറൻറ്റ് വളഞ്ഞുകൊണ്ട് താഴെ പോലീസ് വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ അണിനിരന്നിട്ടുണ്ടായിരുന്നു. അവർ തടവിലായി. പോലീസ് സേന റെസ്റ്റോറൻറ്റിലെ മുഴുവൻ ജോലിക്കാരെയും അറസ്റ്റ് ചെയ്ത് നീക്കാൻ തുടങ്ങി. മറ്റുള്ളവരെയും കൊണ്ട് ബാക്കി ഉദ്യോഗസ്ഥർ പുറകിലെ വാഹനങ്ങളിൽ വരുന്നതിന് മുമ്പ് തന്നെ റൊണാൾഡും മാർട്ടിനും മിസ്സിസ് ബ്ലാക്കാഷിനെയും കൊണ്ട് പോലീസ് താവളത്തിലേക്ക് പോയി തുടങ്ങി. ഏകദേശം രാത്രിയുടെ അവസാനം, അടുത്ത പ്രഭാതത്തിന്റെ തുടക്കം. 1 മണിയായി. അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ. അവിടെ എത്തിയതും സീനിയർ ഓഫീസർ റൊണാൾഡിനെയും മാർട്ടിനെയും അതീവ സന്തോഷത്തോടെ ഹസ്തദാനത്തോടെ എതിരേറ്റു. സീനിയർ ഓഫീസർ പറഞ്ഞു, നിങ്ങൾ വളരെ വലിയ ദൗത്യം അതീവ ശ്രദ്ധയോടെ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിനുള്ള ബഹുമതികൾ നിങ്ങളെ തേടി ഉടൻ തന്നെ എത്തും. റൊണാൾഡ് പറഞ്ഞു, ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ല സാർ. അത് കേട്ട CEO പറഞ്ഞു, അതിന് ഇനിയും തുടരാമല്ലോ, സാരമില്ല. റൊണാൾഡ് പറഞ്ഞു, അല്പനേരം കൂടി ഇവരോട് ചിലത് ചോദിച്ചറിയാനുണ്ട്, ശേഷം പൂർണ്ണമായി നിങ്ങൾക്ക് വിട്ടുതരും. സീനിയർ ഓഫീസർ അത് സമ്മതിച്ചു. അവർ രണ്ടാളും, മാർട്ടിനും റൊണാൾഡും കൂടി മിസ്സിസ് ബ്ലാക്കാഷിനെയും കൊണ്ട് ചില്ലുകൂടിൻ്റെ ഉള്ളിലെ ചോദ്യമുറിയിലേക്ക് നടന്നു. മിസ്സിസ് അപ്പോഴും തെല്ലു കൂസലില്ലാതെ തുടർന്നു, അവൻ വരും എന്ന് മാത്രം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. എന്തിനാണ് അവർ ഈ നീചകൃത്യം ചെയ്തതെന്ന് റൊണാൾഡ് പലകുറി ചോദിച്ചിട്ടും അവർ കുലുങ്ങുന്നില്ല. അവസാനം പറയാൻ തുടങ്ങി, നിങ്ങൾ നരവംശശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ? ആദിമ മനുഷ്യനായ നിയാണ്ടർത്താൽ നരവംശജരാണ് എൻ്റേത്. ഞങ്ങൾ വേട്ടയാടി ഇരപിടിക്കുന്ന സമൂഹമാണ്. ഇര കിട്ടാത്ത അവസരങ്ങളിൽ ഞങ്ങൾ പരസ്പരം വേട്ടയാടി ഭക്ഷിക്കും. എന്നാൽ ഇന്നോ പരസ്പരം വേട്ടയാടാതെ ജനപ്പെരുപ്പമായില്ലേ? ഇത് ഭൂമിക്ക് നാശമാണ്, പ്രകൃതി നിയമങ്ങൾക്കെതിരാണ്. ഞങ്ങളുടെ തലമുറയിലെ ഒരു കണ്ണിയെങ്കിലും ശേഷിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ പ്രക്രിയ തുടരുക തന്നെ ചെയ്യും. പിന്നെയും അവർ അട്ടഹസിച്ചു. മാർട്ടിൻ പറഞ്ഞു, ഇവർക്ക് സ്ഥിരബുദ്ധി നഷ്ടമായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? റൊണാൾഡ് പറഞ്ഞു, പിടിക്കപ്പെട്ടു എന്നത് ഇനിയും അവർ ഉൾക്കൊണ്ടിട്ടില്ല. വരൂ, ഇനി ചോദ്യം ചെയ്തിട്ടും കാര്യമില്ല, ബാക്കി മേലുദ്യോഗസ്ഥർ നോക്കിക്കൊള്ളൂ. അവർ രണ്ടാളും ചോദ്യാവലി ഉപേക്ഷിച്ച് നടന്നകന്നു. ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് അവർ പിന്നെയും പിറുപിറുത്തു, അവൻ വരും. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ ചില ഉന്നതരുടെ പേര് വിവരങ്ങൾ അവർ വെളിപ്പെടുത്തിയെന്ന വിവരം റൊണാൾഡും മാർട്ടിനും പത്രത്തിൽ നിന്നും വായിച്ചറിഞ്ഞു. റൊണാൾഡ് തൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്കും മാർട്ടിൻ പഴയ സ്വസ്ഥമായ പോലീസ് ജീവിതത്തിലേക്കും മടങ്ങി. തെളിയിക്കപ്പെടാത്ത അഥവാ ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന അവൻ അഥവാ ഇടനിലക്കാരൻ വ്യവസായികളെ മോഹവലയത്തിലാക്കി സാമ്പത്തിക വളർച്ച, പ്രശസ്തി, പണം, ലൈംഗികത, മയക്കുമരുന്ന്, പദവി എന്നിവ വാഗ്ദാനം ചെയ്ത് മറ്റൊരു പേരിൽ മറ്റൊരിടത്ത് പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. ആരാണ് അയാൾ? അപരിചിതൻ, മുഖമില്ലാത്ത, ഹൃദയമില്ലാത്ത ഒരാൾ. അതെ, അയാൾ അപരിചിതനാണ്, അവ്യക്തനാണ്. അടുത്ത റെസ്റ്റോറൻറ്റ് എവിടെയോ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കഥ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? അയാൾ വീണ്ടും പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ലവ് യു ഓൾ, ബൈ. പുതിയ കഥയുമായി വീണ്ടും വരാം.